ഹരി ഓം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മൾ ഇന്ന് മുതൽ ദശകം 4 പഠിക്കാൻ പോകുന്നത്. ദശകം 4 വളരെ നല്ലൊരു ദശകമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എന്തൊക്കെ അനുഷ്ഠിക്കണമെന്നും നമ്മുടെ ഈ ജീവൻ്റെ ഗതിയെക്കുറിച്ചും ഒക്കെയാണ് ഈ ദശകത്തിൽ ഭട്ടതിരിപ്പാട് വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ ശ്ലോകമായിട്ട് നോക്കാം. ദശകം 4 യോഗാഭ്യാസവും യോഗസിദ്ധിയും. ശ്ലോകം 1. കല്യതാം മമ കുരുഷ്വ താവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധയോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. കഴിഞ്ഞ ദശകത്തിൽ ഭട്ടതിരിപ്പാട് പറഞ്ഞു, ഭഗവാനെ, എൻ്റെ രോഗം മാറുന്നത് വരെ എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ അങ്ങയെ നമസ്കരിച്ചും സ്തുതിച്ചും ഭജനം ചെയ്തും കഴിയും. എനിക്ക് അങ്ങയുടെ ഭക്തി, അങ്ങയിൽ ഉറച്ച ഭക്തി എനിക്കുണ്ടാകണം. ആ ഭക്തി വർദ്ധിച്ച് എൻ്റെ സകല രോഗങ്ങളും മാറാനായിട്ട് സാധിക്കും. അതിനെന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ ഭട്ടതിരിപ്പാട് ഈ ദശകത്തിൽ, ഭഗവാനെ, എനിക്ക് അങ്ങയെ ഭജിക്കാൻ എത്ര ആരോഗ്യമാണോ വേണ്ടത്, അത്രയും ആരോഗ്യം തന്നെ എന്നെ രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അന്വയാർത്ഥം നോക്കാം. കല്യതാം. കല്യത എന്ന് പറഞ്ഞാൽ രോഗമില്ലാതിരിക്കുന്ന അവസ്ഥ. അരോഗാവസ്ഥയ്ക്കാണ് കല്യത എന്ന് പറയുന്നത്. കല്യസ്യ ഭാവഃ കല്യത എന്നാണ് വ്യുൽപ്പത്തി. രോഗമില്ലാത്ത അവസ്ഥ. കല്യതാം മമ കുരുഷ്വ താവതിം. ഹേ ഭഗവാനെ, മമ എനിക്ക്, കല്യതാം കുരുഷ്വ ആരോഗ്യം തന്നാലും. എത്രമാത്രം ആരോഗ്യമാണ് വേണ്ടത്? കല്യതേ ഭവതുപാസനം യയാ. യയാ യാതൊരു തരത്തിലുള്ള ആരോഗ്യം കൊണ്ട്, ഭവതുപാസനം കല്യതേ ഭഗവാനെ, അങ്ങയെ ഉപാസിക്കാൻ, ഭജിക്കാൻ, സേവിക്കാൻ കഴിയുമോ അത്രമാത്രം ആരോഗ്യം എനിക്ക് തന്ന് അനുഗ്രഹിക്കണം. അങ്ങനെ തന്നാൽ ഞാൻ എന്തു ചെയ്യും? സ്പഷ്ടം തീർച്ചയായും, അഷ്ടവിധയോഗചര്യയാ 8 വിധത്തിലുള്ള യോഗചര്യകൾ കൊണ്ട്, അതായത് അഷ്ടാംഗയോഗം കൊണ്ട്, പുഷ്ടയാ പൂർണ്ണമായും, തവ തുഷ്ടി അങ്ങയെ ഞാൻ സന്തോഷിപ്പിച്ചു കൊള്ളാം ഭഗവാനെ. തവ തുഷ്ടി ആപ്നുയാം ഭഗവാന്റെ അനുഗ്രഹം, പ്രസാദം ഞാൻ പ്രാപിച്ചു കൊള്ളാം. ഹേ ഭഗവാനെ, അങ്ങയെ ഉപാസിക്കാൻ വേണ്ടത്ര ആരോഗ്യം എനിക്ക് തന്നാൽ തീർച്ചയായും ഞാൻ 8 തരം യോഗനിഷ്ഠകൾ കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ചു കൊള്ളാം എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഉപാസനം എന്നാൽ ഉപആസനം, സമീപത്തിരിക്കുക. ആരുടെ സമീപത്ത്? ഭഗവാന്റെ സമീപത്ത്. ഭഗവാന്റെ സമീപത്ത് എപ്പോഴും ഇരുന്ന് ഭജിക്കാൻ സാധിക്കണം. എല്ലാവരുടെയും ഉള്ളിലും ഭഗവാനാണ് ഇരിക്കുന്നത്. നമ്മൾ ഏറ്റവും അടുത്തിരിക്കുന്നത് ഭഗവാന്റെ അടുത്ത് തന്നെയാണ്. പക്ഷെ നമ്മളാരും അറിയുന്നില്ല എന്ന് മാത്രം. അഷ്ടാംഗയോഗം കൊണ്ട് മറ്റ് യോഗങ്ങളെക്കാട്ടിലും ഭഗവാനെ വേഗത്തിൽ പ്രാപിക്കാൻ സാധിക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതുകൊണ്ട് അഷ്ടാംഗയോഗം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അഷ്ടാംഗയോഗത്തിന് 8 അംഗങ്ങളാണുള്ളത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അതിൽ ആദ്യത്തെ 5 അംഗങ്ങൾ കൊണ്ട് അന്ധഃകരണ മാലിന്യത്തെ, അതായത് രാഗത്തിനെയും ദ്വേഷത്തിനെയും ഇല്ലാതാക്കാൻ സാധിക്കും. ചിത്തത്തിൻ്റെ ചാഞ്ചല്യം ഇല്ലാതാക്കാം. അവയെ ഞാൻ ഓരോന്നായിട്ട് വിവരിക്കാം എന്നാണ് ഭട്ടപാദമുനി പറഞ്ഞത്. ആ അഷ്ടാംഗയോഗം ഓരോന്നായിട്ട്
നമ്മൾ മനസ്സിലാക്കിയാൽ 4-ാമത്തെ അധ്യായം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പതഞ്ജലി മഹർഷിയാണ് അഷ്ടാംഗയോഗം നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുള്ളത്. അഷ്ടാംഗയോഗത്തിലെ 1-ാമത്തെ അംഗമാണ് യമം. യമത്തിൽ തന്നെ 5 കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ദിവസവും ശീലിക്കേണ്ടതാണ്. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. അതിൽ 1-ാമത്തത് അഹിംസയാണ്. അഹിംസ എന്നാൽ കൊല്ലാതിരിക്കുക എന്നാണ് അർത്ഥം. അത് മാത്രമല്ല, മനസ്സ വാച കർമ്മണ, ഒരു ജീവിയെപ്പോലും ദ്രോഹിക്കാതിരിക്കുക, വേദനിപ്പിക്കാതിരിക്കുക. നമ്മൾ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടോ ആരെയും തന്നെ വേദനിപ്പിക്കാതിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. കൊല്ലാതിരിക്കുക എന്നുള്ള അർത്ഥമാണ് അതിൽ വാക്കിൻ്റെ അർത്ഥം. ഇന്നാണെങ്കിലോ മുക്കിന് അറവുശാലകളാണ്. അതിൻ്റെ മാലിന്യങ്ങളെല്ലാം തോടുകളെയും പുഴകളെയും പരിസരങ്ങളെയും ഒക്കെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു. നായ്ക്കൾ പെരുകുന്നു, നായ്ക്കളുടെ സ്വഭാവം മാറുന്നു. മനുഷ്യന് തുണയായിരുന്ന നായ്ക്കൾ ഇന്ന് മനുഷ്യനെ കടിച്ചു തിന്നാനാണ് നടക്കുന്നത്. ഇതിനൊക്കെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. ഒരു കല്യാണം വന്നാലോ ഒരു കുഞ്ഞ് പിറന്നാലോ, എന്തിന് കുഞ്ഞിൻ്റെ 28-ന് പോലും, അല്ലെങ്കിൽ പാലുകാച്ചി വീട്ടിൽ പിറന്നാൾ ആഘോഷം, എല്ലാ ആഘോഷത്തിനും ചിക്കൻ. നമ്മുടെ സന്തോഷത്തിന് മറ്റു ജീവികളെ കൊല്ലണമോ? ഇത് മാറ്റണ്ടേ? അപ്പോൾ ഈ അഹിംസ നമ്മൾ പ്രാബല്യത്തിൽ വരുത്തണം. കൊല്ലാതിരിക്കുക എന്നുള്ള അർത്ഥം മാത്രമല്ല, നമ്മൾ ആരെയും വേദനിപ്പിക്കാതിരിക്കുക, ഒരു നോട്ടത്തിൽ പോലും മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകാതിരിക്കുക. അതിനെയാണ് അഹിംസ എന്ന് പറയുന്നത്. ഇനി സത്യം. ഭഗവാൻ സത്യസ്വരൂപനാണ്. സത്യസ്വരൂപനായ ഭഗവാനെ ലഭിക്കാനായിട്ട് നമ്മുടെ വാക്കും പ്രവൃത്തിയും എല്ലാം സത്യമായിരിക്കണം. സത്യമേവ ജയതേ എന്നല്ലേ, സത്യം മാത്രമേ ജയിക്കൂ. മനസേകം വചസേകം കർമ്മണ്യേകം മഹാത്മനഃ, മനസന്യത് വചസന്യത് കർമ്മണ്യന്യത് ദുരാത്മനഃ. ഇങ്ങനെ ഒരു ആപ്തവാക്യമുണ്ട്. അതായത് നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് തന്നെ പറയണം, പറയുന്നത് തന്നെ പ്രവർത്തിക്കണം. അതാണ് മഹാത്മാക്കൾ. പക്ഷേ ദുഷ്ടന്മാരാണെങ്കിലോ മനസ്സിലൊന്ന് ചിന്തിക്കും, മറ്റൊന്ന് പറയും, വേറൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. ദുഷ്ടന്മാരുടെ ഉള്ളിലിരിപ്പ് ആർക്കും അറിയാനേ സാധ്യമല്ല. നമ്മളെപ്പോഴും ആ സത്യത്തിൽ തന്നെ പിടിച്ചു നിൽക്കണം. സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. ഇനി അസ്തേയം 3-ാമത്തതാണ്. കളവ് ചെയ്യാതിരിക്കുക, മോഷ്ടിക്കാതിരിക്കുക എന്നാണ് അർത്ഥം. ആരുടെയും മുതൽ കൈവശം വയ്ക്കണമെന്ന് ആഗ്രഹമില്ലാതിരിക്കുക, അതിനെയാണ് അസ്തേയം എന്ന് പറയുന്നത്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ മനസാ വാച കർമ്മണ മൈഥുന ചിന്ത ഉപേക്ഷിക്കുക എന്നാണ് പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇന്ദ്രിയ നിയന്ത്രണത്തോടുകൂടി വിഷയങ്ങളെ അനുഭവിക്കുന്നതിനെ ബ്രഹ്മചര്യം എന്ന് പറയും. ഇനി അപരിഗ്രഹം. ജീവിക്കാൻ അത്യാവശ്യമുള്ളതിൽ കവിഞ്ഞ് ഒന്നും സ്വീകരിക്കാതിരിക്കുക, അതിനെയാണ് അപരിഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് യമത്തിലുള്ളത്. ഇനി നിയമത്തിലും 5 കാര്യങ്ങളുണ്ട്. ശൗചം, സന്തോഷം, സ്വാധ്യായം, തപസ്, ഈശ്വര പ്രണീധാനം. ശൗചം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാഹ്യമായ ശൗചവും വേണം, ആന്തരികമായിട്ടുള്ള ശൗചവും വേണം. ബാഹ്യ ശൗചത്തിന് കുളിച്ചാൽ മതി. ആന്തരികമായ ശൗചത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവത് ചിന്ത ചെയ്യണം. യസ്മരേത് പുണ്ടരീകാക്ഷം സബാഹ്യാഭ്യന്തര ശുചി എന്ന് പ്രമാണമുണ്ട്. നമ്മൾ ആ പുണ്ടരീകാക്ഷനെ, ആ താമരക്കണ്ണനെ ആരാണോ മനസ്സിൽ ചിന്തിക്കുന്നത്, അവരുടെ അകവും പുറവും ശുദ്ധമാകും. ഇനി സന്തോഷം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കണം. മുഖം എപ്പോഴും പ്രസന്നമുള്ളതാക്കണം. ഒരു പുഞ്ചിരി നമുക്ക് സമ്മാനിക്കാമല്ലോ. ഉള്ളതിൽ തൃപ്തരായിരിക്കുക. അങ്ങനെ നമുക്ക് പ്ലസൻ്റ് ആകാനായിട്ട് സാധിക്കും. നിസ്സാര കാര്യങ്ങൾ മതി അല്ലേ? നമ്മൾ കരഞ്ഞ് വിളിച്ച് സങ്കടം പറഞ്ഞ് നമ്മുടെ
മുഖത്തിൻ്റെ ആ പ്ലസൻ്റ് എല്ലാം മാറ്റി നമ്മൾ വളരെ ദുഃഖിച്ചിരിക്കുകയാണ് ഇപ്പോൾ പലരും ചെയ്യുന്നത്. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ഊർജ്ജസ്വലരായിട്ട് തന്നെ ഇരിക്കണം. അതിന് നമുക്ക് ആ മുഖത്തിന് പ്രസന്നത കൈവിടാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി തപസ്സാണ്. ഈശ്വരധ്യാന നിരതനാവുകയാണ് തപസ് എന്ന് പറഞ്ഞാൽ. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ നിത്യവും അഭ്യസിക്കണം, പരമസത്യം ഉറപ്പിക്കണം. ഋഷീശ്വരന്മാർ അനേക വർഷം തപസ് ചെയ്ത് നേടിയതാണ് ശാസ്ത്രഗ്രന്ഥങ്ങൾ. അത് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ അത് കടമായിട്ട് മാറും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അതിനെയാണ് ഋഷി ഋണം എന്ന് പറയുന്നത്. ജീവിത മൂല്യങ്ങൾ പഠിക്കുക, അത് അനുഷ്ഠിക്കുക, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ ഈശ്വര പ്രണീധാനം, സർവകർമ്മങ്ങളും ഈശ്വര അർപ്പണമാക്കുകയാണ് വേണ്ടത്. രാവിലെ എണീക്കുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെയുള്ള എല്ലാ കർമ്മങ്ങളും ഈശ്വര പൂജയാക്കണം. പിന്നെ ആസനം, സുഖാസനത്തിൽ സ്വീകരിക്കുക. ഇരുത്തം വന്നവരാകണം. ശരീരം ഇളകിയാൽ മനസ്സും ഇളകും. അതുകൊണ്ട് നമ്മൾ ഒരു 3/4 മണിക്കൂറെങ്കിലും നമുക്ക് ഇരുന്ന് ഭഗവാനെ ധ്യാനിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ പ്രാണായാമം, പ്രാണൻ്റെ ആയാമം, നിരോധം, അതിനെയാണ് പ്രാണായാമം എന്ന് പറയുന്നത്. സൂക്ഷ്മമായ പ്രാണനെ നിയന്ത്രിച്ചാൽ അതിലും സൂക്ഷ്മമായ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഓങ്കാരമോ ഇഷ്ടദേവതാ മന്ത്രമോ ഒക്കെ ഉരുവിട്ട് പ്രാണനിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ലളിതമായ രീതിയിൽ പ്രാണായാമം നമുക്ക് അനുഷ്ഠിക്കാനായിട്ട് സാധിക്കണം. പ്രത്യാഹാരം, ഓരോരോ ഇന്ദ്രിയത്തെയും അതിൻ്റെ വിഷയത്തിൽ നിന്നും പിൻവലിച്ച് ചിത്തത്തിൽ ഉറപ്പിക്കുന്നതിനെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ധാരണ, ചിത്തത്തിൽ ഇഷ്ടദേവൻ്റെ രൂപം ഉറപ്പിക്കാനുള്ള ശ്രമം ആണ് ധാരണ. ഹൃദയത്തിൽ ഭഗവാന്റെ രൂപം തെളിഞ്ഞ് പ്രകാശിക്കും. ധ്യാനം, ചിത്തത്തിൽ ഇഷ്ടദേവൻ്റെ രൂപം ഉറച്ചാൽ അത് പിന്നെ ധ്യാനമായി. സമാധി, ചിത്തം ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നതാണ് സമാധി. സമാധീയതേ ബുദ്ധിഹി ഇതി സമാധി, ഞാനും ആത്മാവും ഒന്ന് എന്ന അവസ്ഥയാണ് സമാധി. ഇതൊക്കെ നമ്മൾ എന്നും ശീലിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഭഗവത് പ്രീതിക്ക് പാത്രമാകാൻ സാധിക്കുകയുള്ളൂ. വളരെ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത 2ാമത്തെ ശ്ലോകം മുതൽ ഭട്ടതിരിപ്പാട് അതിനെ വിവരിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം നമസ്തേ. ശ്രീമന്നാരായണീയത്തിലെ ദശകം 4 നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 2ാമത്തെ ശ്ലോകമാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. പാരായണം ചെയ്യാം. ദശകം 4, യോഗാഭ്യാസവും യോഗസിദ്ധിയും. ശ്ലോകം 2. ബ്രഹ്മചര്യദൃഢദാദിഭിർയമൈരാപ്ലവാദിനിയമൈശ്ച പാവിതാഃ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാഃ. അന്വയാർത്ഥവും സാരാംശവും നോക്കാം. കഴിഞ്ഞ ശ്ലോകത്തിൽ അഷ്ടാംഗ യോഗത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ 2ാമത്തെ ശ്ലോകം മുതൽ അഷ്ടാംഗ യോഗത്തിലെ അംഗങ്ങളെ വർണ്ണിക്കുകയാണ്. ആദ്യത്തെ അംഗങ്ങളായ യമനിയമ ആസനങ്ങളെയാണ് 2ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ബ്രഹ്മചര്യ ദൃഢദാദിഭിഹി യമൈഹി. യമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹമാണ്. അതിനുള്ള സാധനകൾ അനുഷ്ഠിക്കണം. അത് ബ്രഹ്മചര്യം തുടങ്ങിയ സാധനകളാണ് ഉള്ളത്. ഉറച്ച ബ്രഹ്മചര്യം തുടങ്ങിയവ അനുഷ്ഠിച്ച് ഇന്ദ്രിയ നിഗ്രഹത്തിനുള്ള സാധനകൾ നമ്മൾ ദിവസവും ചെയ്യേണ്ടതാണ്. ഏതൊക്കെയാണത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. അഹിംസ എന്ന് പറഞ്ഞാൽ മനസാ വാച കർമ്മണ ആരെയും വേദനിപ്പിക്കാതിരിക്കുക. സത്യം, സത്യം മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഭഗവാൻ സത്യസ്വരൂപനാണ്. ആ സത്യസ്വരൂപനെ നമുക്ക്
നേടണമെങ്കിൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും എല്ലാം സത്യമായിരിക്കണം. അസ്തേയം എന്ന് പറഞ്ഞാൽ കളവ് ചെയ്യാതിരിക്കുക. പിന്നെ ബ്രഹ്മചര്യം, ഇന്ദ്രിയ നിയന്ത്രണങ്ങളോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അപരിഗ്രഹം, ആവശ്യത്തിൽ കവിഞ്ഞ് ഒന്നും സ്വീകരിക്കാതിരിക്കുക. ഇതൊക്കെയാണ് യമത്തിലുള്ളത്. ഇത് നമ്മൾ ദിവസവും അനുഷ്ഠിക്കേണ്ടതാണ്. ഈശ്വരപരമായിട്ട് ശ്രവണ മനനാദികളിൽ മുഴുകിയിരിക്കുന്ന മനസ്സും ചിലപ്പോൾ വാസന കൊണ്ട് വിഷയങ്ങളിലേക്ക് ചാടിപ്പോകും. അങ്ങനെ ചാടിപ്പോകുന്ന മനസ്സിനെ പിടികൂടി മനസ്സിൽ ഭഗവാനെ ഉറപ്പിക്കണം. അതിലേക്ക് വേണ്ടിയാണ് നമ്മൾ യമനിയമങ്ങൾ സ്വീകരിക്കണം, നമ്മൾ ദിവസവും അനുഷ്ഠിക്കണം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആപ്ലവാദി. ആപ്ലവം എന്ന് പറഞ്ഞാൽ സ്നാനത്തിനെയാണ് പറയുന്നത്. കുളിക്കുന്നതിനെയാണ് ആപ്ലവം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്നാനം തുടങ്ങിയവയൊക്കെ ഏതിലാണ് ഉള്ളത്? നിയമൈശ്ച പാപിതാഹ. നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് പാവിതാഹ പരിശുദ്ധരായിത്തീരും. നിയമത്തിലും 5 കാര്യങ്ങളുണ്ട്. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണീധാനം. ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞു. ശൗചം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരവും മനസ്സും എപ്പോഴും ശുദ്ധമാക്കി വയ്ക്കണം. ശരീരം ശുദ്ധമാകാനായിട്ട് നമ്മൾ കുളിക്കാറുണ്ട്. പ്രത്യേകിച്ചും മലയാളികൾ കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും കാലത്തും വൈകിട്ടും കുളിക്കാറുണ്ട്. സ്നാനം കൊണ്ട് നമുക്ക് 10 ഗുണങ്ങളുണ്ടാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഒന്നാമത്തേതായിട്ട് മനഃപ്രസാദജനനം, മനസ്സിന് സന്തോഷമുണ്ടാകും, നമുക്ക് സുഖം തോന്നും കുളിച്ചു കഴിയുമ്പോൾ. ദുസ്വപ്ന വിധ്വംസനം, ചീത്ത സ്വപ്നം കാണില്ല. ശൗചസ്യായതനം, നമ്മൾ വൃത്തിയാകും. മലാപഹരണം, മാലിന്യം പോകും. സംവർദ്ധനം തേജസഃ, തേജസ് കൂടും. രൂപദ്യോതകരം, യഥാർത്ഥ രൂപം, അതായത് കൂടുതൽ സൗന്ദര്യമുണ്ടാകും. ഗതപ്രശമനം, രോഗം മാറും. കായാഗ്നി സന്ദീപനം, ജഠരാഗ്നി പ്രവർത്തിക്കും, നല്ല വിശപ്പുണ്ടാകും. നാരീണാം ച മനോഹരം, സ്ത്രീകൾക്ക് സൗന്ദര്യം വർദ്ധിക്കും. അപ്പോൾ സൗന്ദര്യം വേണമെന്നുള്ളവർ ദിവസവും കുളിക്കണം. ശ്രമഹരം എന്ന് പറഞ്ഞാൽ ക്ഷീണമകറ്റും. ഇതൊക്കെയാണ് കുളി കൊണ്ടുള്ള 10 ഗുണങ്ങൾ. അപ്പോൾ ആ നിയമം അനുസരിച്ച്, നിയമം നമ്മൾ ദിവസവും പാലിക്കേണ്ടതാണ്. നിശ്ചയേന ചെയ്യേണ്ട കാര്യങ്ങളെയാണ് നിയമം എന്ന് പറയുന്നത്. ഒഴിവാക്കാൻ പാടില്ല, എന്നും ചെയ്യണം. ഇതൊക്കെ നമ്മുടെ അന്ധഃകരണം ശുദ്ധീകരിക്കാനുള്ള വിദ്യകളാണ്. ശൗചം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണീധാനം. കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമാക്കി ചെയ്യണം. ഭവത്പരാഹ, അങ്ങയിൽ മാത്രം മുഴുകിയവരും. അമീവയം, അങ്ങനെ അങ്ങയിൽ മാത്രം തൽപരരായ ഈ ഞങ്ങൾ. ഭട്ടതിരിപ്പാട് അദ്ദേഹം മാത്രമെന്ന് പറഞ്ഞില്ല, ഞങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും ഇതിൽപ്പെടും. ഇനി എന്താണ് ചെയ്യാനുള്ളത്? അപ്പോൾ യമവും നിയമവും ശീലിച്ചതിന് ശേഷം പങ്കജാദ്യം, പത്മാസനത്തിൽ ഇരിക്കണം. അപിവ, തുടങ്ങി ഏതെങ്കിലും സുഖാസനം, സുഖാസനത്തെ നമ്മൾ ആശ്രയിക്കണം. അതായത് നമ്മൾ ഒരു 3/4 മണിക്കൂറെങ്കിലും ഒരു ആസനത്തിൽ ഇരുന്ന് ഭഗവാനെ ഭജിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. മാതാമൃതാനന്ദമയ്യൊക്കെ കണ്ടില്ലേ, ഇരുത്തം വന്നവരാകുക എന്ന് പറയും. എത്ര മണിക്കൂറാണ് അമ്മ ഇരിക്കുന്നത് അല്ലേ? തൻ്റെ ഭക്തർക്ക് ദർശനം കൊടുക്കാനായിട്ട് നേരം വെളുക്കുന്നത് വരെ ഒരേ ഇരിപ്പിരിക്കാറുണ്ട്. നമ്മൾ ഭഗവാനെ ഭജിക്കാനായിട്ട് കുറഞ്ഞത് 3/4 മണിക്കൂറെങ്കിലും ശരീരം ഇളകാതെ എങ്ങനെ ഇരുന്നാലാണോ ശരീരത്തിന് സുഖമുള്ളത് ആ രീതിയിൽ നമ്മൾ ഒരു ആസനം സ്വീകരിക്കണം. ഇരുത്തം വന്നവരാകണം എന്ന് പറയും. അപ്പം ശരീരം ഇളകരുത്. ശരീരം ഇളകിയാൽ മനസ്സും ഇളകും. മനസ്സിളകിയാൽ ഭഗവാനെ കിട്ടില്ല. ബക്കറ്റിലെ വെള്ളം ഇളകിയാൽ സൂര്യബിംബം പൊട്ടി പോകില്ലേ? സൂര്യബിംബത്തിന് അതിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് പങ്കജാദ്യം, അപിവ, പത്മാസനം തുടങ്ങിയ ഏതെങ്കിലും സുഖാസനത്തെ
ദൃഢം കുർമഹേ, ഉറപ്പായി ചെയ്തോളാം എന്നിവിടെ ഭട്ടതിരിപ്പാട് പറയുകയാണ്. ബ്രഹ്മചര്യം, അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം തുടങ്ങിയ യമങ്ങളും ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണീധാനം തുടങ്ങിയ നിയമങ്ങളും ആചരിച്ച് ബാഹ്യാഭ്യന്തര ശുചി വരുത്തി പത്മാസനം തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ലഘുവായ ആസനം സ്വീകരിച്ച് ഭഗവത് പ്രാപ്തിക്കായിട്ട് അല്ലയോ ഭഗവാനെ ഞാൻ ശ്രമിച്ചു കൊള്ളാം, അതിനുള്ള ആരോഗ്യം എനിക്ക് തരണേ ഭഗവാനെ എന്നാണ് ഭട്ടതിരിപ്പാട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. നമുക്കും അതുതന്നെയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളത്. ഭഗവാനെ ഭജിക്കാനുള്ള ആരോഗ്യം തന്ന് രക്ഷിക്കണേ എന്ന് ഭട്ടതിരിപ്പാടിനോടൊപ്പം നമുക്കും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ശ്രീമന്നാരായണീയത്തിലെ ദശകം 4 യോഗാഭ്യാസവും യോഗസിദ്ധിയും, അതിൽ നമ്മൾ 3-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. പാരായണം ചെയ്യാം. ശ്ലോകം 3. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാദതാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖാഃ. അന്വയാർത്ഥവും സാരാംശവും നോക്കാം. ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പ്രാണായാമത്തെക്കുറിച്ചും പ്രത്യാഹാരത്തെക്കുറിച്ചുമാണ് പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ശരീരമാലിന്യം കളയാനായിട്ട് ശൗചാദികൾ കൊണ്ട് സാധിക്കും എന്ന് നമുക്ക് പറഞ്ഞു തന്നു. ഇനി ചിത്തമാലിന്യം അകറ്റാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനാണ് ആദ്യത്തെ 2 വരിയിൽ പ്രാണായാമത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. താരമന്തരനു ചിന്യ സന്തതം. താരം എന്ന് പറഞ്ഞാൽ താരകമന്ത്രം, അതായത് ഓങ്കാരമന്ത്രം. ഈ സംസാരസാഗരം തരണം ചെയ്യാനുള്ള മന്ത്രമാണ് ഓങ്കാരമന്ത്രം അല്ലെങ്കിൽ താരകമന്ത്രം. പ്രപഞ്ചത്തിൻ്റെ ഒരേ ഒരു ശബ്ദമാണ് ഓങ്കാരം. ഓസ്കാർ അവാർഡ് കിട്ടിയ റസുൽ പുക്കുറ്റി ഞാൻ ഓങ്കാരത്തിൻ്റെ നാട്ടിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. ഓം എന്ന ഏകാക്ഷരത്തിൽ 3 അക്ഷരങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അകാരം, ഉകാരം, മകാരം. അകാരം ബ്രഹ്മാവിനെയും ഉകാരം വിഷ്ണുവിനെയും മകാരം മഹേശ്വരനെയും കുറിക്കുന്നു. ഇതിൽ തന്നെ 3 ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്: രജോ ഗുണം, സത്വഗുണം, തമോ ഗുണം. അതുപോലെ തന്നെ 3 അവസ്ഥകൾ, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, എല്ലാം ഈ ഓങ്കാരത്തിലുണ്ട്. ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ ഓമിൽ അടങ്ങിയിരിക്കുന്നു. ഗീതയിൽ ഭഗവാൻ പറഞ്ഞില്ലേ, ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യപ്രയാതി ത്യജൻ ദേഹം സയാതി പരമാം ഗതിം. ആരാണോ ഇവിടെ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഓങ്കാരം ഉച്ചരിച്ചുകൊണ്ട് ഭഗവാനെ അനുസ്മരിച്ചുകൊണ്ട് ചെയ്യുന്നത്, അവർ ഇവിടം വിട്ടു പോകുമ്പോൾ പരമമായ ഗതിയെ പ്രാപിക്കും, ഭഗവാനിൽ എത്തിച്ചേരും. നമ്മൾ ഒരു ഭിക്ഷക്കാരന് ഭിക്ഷ കൊടുക്കുമ്പോൾ പോലും ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ട് കൊടുത്താൽ ആ കാശ് അദ്ദേഹത്തിന് പ്രയോജനപ്പെടുക തന്നെ ചെയ്യും, ഒരിക്കലും ദുരുപയോഗിക്കുകയില്ല. ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഏത് കർമ്മം ചെയ്താലും ഒരു പിഴവും ഉണ്ടാവില്ല. ഓം തത്സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധ സ്മൃതഃ ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാ. ബ്രഹ്മത്തിന് ഓം, തത്, സത് എന്ന് 3 വിധമായിട്ടുള്ള നാമങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഈ 3 നാമങ്ങൾ കൊണ്ടാണ് വേദങ്ങളും ബ്രാഹ്മണരും യജ്ഞങ്ങളും ഒക്കെ അതിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്നും ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. ഓങ്കാരം ഗംഭീരമാണ്. ഓങ്കാരം ജപിക്കുമ്പോൾ കൂടുതൽ സൂക്ഷ്മവും സൂക്ഷ്മതരവും സൂക്ഷ്മതമവുമായി തീർന്ന് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സച്ചിദാനന്ദവുമായിട്ട് ചേരാനായിട്ട് നമുക്ക് സാധിക്കും.
ജീവബ്രഹ്മ ഐക്യം ഉണ്ടാവുക തന്നെ ചെയ്യും. ആ ഓങ്കാര മന്ത്രത്തെ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഭട്ടതിരി പറയുന്നത്? താരമന്തരനുചിന്യ സന്തതം. സന്തതം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഈ താരകമന്ത്രത്തെ, ഈ ഓങ്കാരത്തെ സന്തതം എല്ലായ്പ്പോഴും അനുചിന്യ ഇടപെടാതെ ചിന്തിച്ചുകൊണ്ട് സദാ ധ്യാനിച്ചുകൊണ്ട് പ്രാണവായുമഭിയമ്യ നിർമ്മലാഹ. പ്രാണവായുവിനെ അഭിയമ്യ അകത്ത് നിയന്ത്രിച്ച് നിർമ്മലാഹ നിർമ്മലന്മാരായി പരിശുദ്ധന്മാരായി യാതൊരു മാലിന്യവും ഇല്ലാത്തവരായിട്ട് ഇരിക്കണം. പ്രാണായാമം ചെയ്യണം. പ്രാണായാമം പലതരത്തിൽ ചെയ്യാം. നമ്മൾ ഒരു ആചാര്യനിൽ നിന്ന് വേണം ഇത് അഭ്യസിക്കേണ്ടത്. ശ്വാസം ശക്തിയായിട്ട് എടുക്കുക, വിടുക. നമ്മൾ അറിഞ്ഞുകൊണ്ട് ശ്വസിക്കണം. നമ്മളെല്ലാവരും ശ്വസിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ അറിയുന്നില്ല. ആ ശ്വാസോച്ഛ്വാസം നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കണം, വിടണം. ശ്വാസം ശക്തിയായിട്ട് പുറത്തേക്ക് വിടുക മാത്രം ചെയ്യുക. അതിനെ കപാൽഭാതി എന്ന് പറയും. ഭസ്ത്രിക, അനുലോമ വിലോമ, അങ്ങനെ പലതരത്തിലുള്ള പ്രാണായാമം അഭ്യാസങ്ങളുണ്ട്. വലത് കൈയുടെ തള്ളവിരൽ കൊണ്ടടച്ച് ഇടത് മൂക്കിലൂടെ വായു അകത്തേക്ക് എടുക്കുക. പിന്നെ അതിനെ ഉള്ളിൽ നിർത്തിയിട്ട് പിന്നെ മോതിര വിരൽ കൊണ്ട് ഇടത്തെ മൂക്ക് പൊത്തി വലത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് സാവധാനം വിടണം. ഇങ്ങനെയൊക്കെയുള്ള പ്രാണായാമങ്ങളുണ്ട്. അകത്തേക്ക് എടുക്കുന്നതിനെ പൂരകം എന്ന് പറയും. നമ്മൾ ഉള്ളിൽ പൂരിപ്പിച്ച് നിർത്തുന്നതിനെ കുംഭകം എന്ന് പറയും. അത് പിന്നെ പതുക്കെ പുറത്തേക്ക് വിടുന്നതിനെ രേചകം എന്ന് പറയും. ഇങ്ങനെ നമ്മൾ ത്രിസന്ധികളിൽ കുറഞ്ഞത് 15 പ്രാവശ്യം വീതമെങ്കിലും ചെയ്യണം എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. ഇങ്ങനെ പ്രാണായാമം ചെയ്താൽ എന്താണ് പ്രയോജനം? അതൊക്കെ നമ്മളൊരു ആചാര്യനിൽ നിന്നും അഭ്യസിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്താൽ, പ്രാണായാമം ചെയ്താൽ ആന്തര അവയവങ്ങൾക്ക് ശുദ്ധിയുണ്ടാകും, ഇൻറ്റേർണൽ ടോക്സിൻസ് പോകും, പ്രാണശക്തി അല്ലെങ്കിൽ ഓക്സിജൻ ശരീരമാകെ വ്യാപിക്കും, ഊർജ്ജസ്വലതയുണ്ടാകും, ഉറക്കം തൂങ്ങിയിരിക്കേണ്ടി വരില്ല, ബാഹ്യമായും നല്ല തേജസ് ഉണ്ടാകും. പ്രാണായാമം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ധാരണം, ധ്യാനം എന്നിവ കൂടി ചെയ്താൽ ബ്രഹ്മാനുഭൂതി ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അങ്ങനെ താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഹ. അങ്ങനെ നമ്മൾ താരമന്ത്രം, ആ ഓങ്കാരത്തെ ഇടവിടാതെ ജപിച്ചുകൊണ്ട് പ്രാണായാമം ശീലിച്ചിട്ട് ഇന്ദ്രിയാണി വിഷയാദതാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖാഃ. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും അപഹൃത്യ മാറ്റി നിർത്തണം, പിന്തിരിപ്പിക്കണം. എന്നിട്ട് ഭവതുപാസനോന്മുഖാഃ ഭഗവാനെ ഉപാസിക്കുന്നതിൽ മാത്രം ശ്രദ്ധയുള്ളവരായിട്ട് ആസ്മഹേ ഇരുന്നു കൊള്ളാം. നമ്മൾ വിഷയങ്ങളുടെ പിറകെ പോയാലോ നമുക്ക് ദുഃഖമാണ് ഉണ്ടാവുക. ആ വിഷയങ്ങളുടെ സ്ഥാനത്ത് നമ്മൾ ആരെ പ്രതിഷ്ഠിക്കണം? ഭഗവാനെ പ്രതിഷ്ഠിക്കണം. അപ്പോഴാണ് നമ്മുടെ അന്ധഃകരണം പരിശുദ്ധമാകുന്നത്. ഇത് നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ, ബാല്യത്തിൽ തന്നെ നമ്മൾ കുട്ടികളെയൊക്കെ നമ്മൾ ശീലിപ്പിക്കണം. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ. ചങ്ങലക്കിട്ട പട്ടികളെ നമുക്ക് പെട്ടെന്ന് നിയന്ത്രിക്കാൻ സാധിക്കും. എന്നാൽ തെരുവിൽ അലഞ്ഞു നടക്കുന്ന പട്ടികളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമോ? മനസ്സിനെ ട്രെയിൻ ചെയ്യണം. ബാല്യത്തിൽ തന്നെ അത് ചെയ്യണം. ഡിസിപ്ലിൻ, മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ കുട്ടികളെ ശീലിപ്പിച്ചെടുക്കേണ്ടതാണ്. കുട്ടികൾക്ക് കളിച്ച് നടക്കാനാണ് ഇഷ്ടം. സന്ധ്യയ്ക്ക് കുട്ടികളെ വിളിച്ചു വരുത്തി നിർബന്ധിച്ച് നാമം ജപിക്കണം. നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ അങ്ങനെ ചെയ്തത് എത്ര നന്നായി എന്ന് നമുക്കിപ്പോൾ അനുഭവമുണ്ട്. അങ്ങനെ അടക്കം ഒതുക്കം ഒക്കെ ഉള്ളവരായിട്ട് വളരണം. അവരൊക്കെയാണ് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ആയിത്തീരുന്നത്. എന്ത് പ്രശ്നം വന്നാലും നേരിടാൻ ഉള്ള ചങ്കൂറ്റം അവർക്കുണ്ടാകും. ഡിപ്രസ്ഡ് ഒരിക്കലും ആവില്ല, നിരാശ ഉണ്ടാവില്ല, തകരില്ല. ഊതി വീർപ്പിച്ച ബലൂണ് അങ്ങനെ നമ്മൾ വളർത്തിയാൽ ഒരു മുള്ളു കൊണ്ടാൽ മതി, അത് പൊട്ടിത്തെറിക്കും.
അതുകൊണ്ട് നമ്മൾ കുട്ടികളെ ഈ ഭഗവാനെ ഉപാസിക്കാനായിട്ട് നമ്മൾ ശീലിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം എന്ന് ആണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഭഗവാനെ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഭഗവാനെ അവിടുത്തെ ആശ്രയിച്ച് ഓങ്കാരം എന്ന ബ്രഹ്മശബ്ദത്തെ നിരന്തരം ഉള്ളിൽ ധ്യാനിച്ച് പ്രാണവായുവിനെ അന്തർഭാഗത്ത് അടക്കി നിർത്തി പരിശുദ്ധനായി തീർന്നിട്ട് രാഗദ്വേഷാദികളെല്ലാം വിട്ടുമാറി ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ഭഗവാന്റെ ഏകാഗ്രമായ ധ്യാനത്തിൽ മാത്രം മുഴുകി ഞാൻ മറ്റുള്ള ഭഗവത് ഭക്തന്മാരെ പോലെ സുഖമായിരുന്നു കൊള്ളാം ഭഗവാനെ. അതിന് എന്നെ അനുഗ്രഹിക്കണേ, അതിനു വേണ്ട ആരോഗ്യം തന്ന് എന്നെ രക്ഷിക്കണേ ഭഗവാനെ. നാരായണീയം ശ്രദ്ധയോടെ കേട്ടുപഠിക്കുന്ന എല്ലാവർക്കും ഇത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് പാദങ്ങളിൽ ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം, നന്ദി, ഹരി ഓം. ശ്രീമന്നാരായണീയത്തിലെ ദശകം 4 യോഗാഭ്യാസവും യോഗസിദ്ധിയും, അതിൽ 4-ാമത്തെ ശ്ലോകമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പാരായണം ചെയ്യാം. അസ്ഫുടേ വപുഷിതേ പ്രയത്നതോ ധാരയേമധിഷണാം മുഹുർമുഹുഃ തേന ഭക്തിരസം അന്തരാർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രിചിന്തകാഃ. ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് ധാരണ എന്ന യോഗാംഗമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഭഗവാനെ, അങ്ങയുടെ രൂപം, ഭഗവാന്റെ രൂപം എങ്ങനെയുള്ളതാണ്? ഭട്ടതിരിപ്പാട് പറയുന്നു, അസ്ഫുടേ, വ്യക്തമല്ല, അവ്യക്തമാണ്. സ്ഫുടം എന്ന് പറഞ്ഞാൽ വ്യക്തമായത്, അസ്ഫുടേ എന്ന് പറഞ്ഞാൽ അവ്യക്തമായ, വ്യക്തമല്ലാത്ത എന്നാണ് അർത്ഥം. അസ്ഫുടേ തേ വപുഷി, ഭഗവാനെ അവിടുത്തെ വിഗ്രഹത്തിൽ പ്രയത്നതഃ, പ്രയത്നിച്ച് ധാരയേമ, ധാരണ ചെയ്തു കൊള്ളാം. ധാരണ എന്നാൽ എന്താണ്? നമ്മുടെ അന്ധഃകരണത്തിൽ ഇഷ്ടദേവൻ്റെ രൂപം ഉറപ്പിക്കാനുള്ള ശ്രമത്തിനെയാണ് ധാരണ എന്ന് പറയുന്നത്. ഭഗവാന്റെ രൂപം മനസ്സിൽ തെളിയണമെങ്കിൽ നാം എന്ത് ചെയ്യണം? കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാം ചെയ്യണം. യമം, നിയമം, ആസനം, പ്രത്യാഹാരം എന്നിവയെല്ലാം സ്വീകരിക്കണം. അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറഞ്ഞു. അങ്ങനെ പരിശ്രമിക്കണം, അഭ്യാസം വേണം. അഭ്യാസം ചെയ്താലേ ഭഗവാനെ ലഭിക്കുകയുള്ളൂ. അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ എന്നല്ലേ ഭഗവാൻ ഗീതയിലും പറഞ്ഞത്. അഭ്യാസവും വൈരാഗ്യവും ഉള്ളവർക്ക് ഭഗവാനെ പെട്ടെന്ന് നേടാനായിട്ട് സാധിക്കും. ഒരു സുഭാഷിതമുണ്ടല്ലോ, നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗാഃ. ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിൻ്റെ വായിൽ താനെ ഇരവന്ന് വീഴില്ല, പ്രയത്നം വേണം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ധിഷണാം, ബുദ്ധിയെ മുഹുഹു മുഹുഹു, വീണ്ടും വീണ്ടും ഭഗവാന്റെ മനോഹരമായ രൂപത്തിൽ ധാരയേമ, ഉറപ്പിച്ചു നിർത്തണം. ഭഗവാന്റെ മയിൽപ്പീലി മുതൽ ഓരോരോ അംഗങ്ങളെയും ധ്യാനിച്ച് എവിടെ എത്തണം? ഭവദംഘ്രി ചിന്തകാഃ. ഭഗവാന്റെ പാദകമലങ്ങളെ ധ്യാനിക്കണം. അംഘ്രി എന്ന് പറഞ്ഞാൽ പാദം എന്നാണ് അർത്ഥം. ആരാണോ ഭഗവാന്റെ ആ പാദകമലങ്ങളെ ധ്യാനിക്കുന്നത്, അപ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും? തേന ഭക്തിരസം, ഭക്തി കൊണ്ട് ആനന്ദം അനുഭവിക്കാൻ സാധിക്കും ഭഗവാനെ. നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാകും? അന്തരാർദ്രതാമുദ്വഹേമ, അന്ധകരണത്തിൽ ആർദ്രീഭാവം ഉണ്ടാകും, ഹൃദയം അലിയും. ഭഗവാന്റെ മനോഹരമായ രൂപം ധ്യാനിക്കുമ്പോൾ കേശാദിപാദം, പാദാദികേശം
അങ്ങനെ നോക്കി നോക്കി ധാരണ ചെയ്ത് അവസാനം ആ പാദങ്ങളിൽ മനസ്സുറയ്ക്കണം. ഭഗവാന്റെ പാദങ്ങൾ എന്തിൻ്റെ പ്രതീകങ്ങളാണ്? സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ആ പാദങ്ങൾ ആര് ധ്യാനിക്കുന്നുവോ അവർക്ക് സത്യസ്വരൂപനായ ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കും. ഭഗവാനിൽ ഭക്തി ഉണ്ടാകും. ഭഗവത് ഭക്തി കൊണ്ട് ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. ആനന്ദം അനുഭവിക്കണമെങ്കിൽ പ്രയത്നം ആവശ്യമാണ്. അതിനാണ് നമുക്ക് ശ്രേഷ്ഠമായ മനുഷ്യ ശരീരം കിട്ടിയിരിക്കുന്നത്. അത് കിട്ടിയിട്ടും നമ്മൾക്ക് ഭഗവാനെ ഭജിക്കാൻ മാത്രം സമയമില്ല. ശ്രീരാമകൃഷ്ണദേവൻ ഒരു കഥ പറയാറുണ്ട്. ഒരു ബാങ്കിൽ വൈകുന്നേരമായി ഏജൻറ്റും ക്ലർക്കും ജോലിയൊക്കെ തീർത്ത് പോകാൻ നേരത്ത് 10 ലക്ഷം രൂപയുമായി ഒരാൾ വന്നു. ബാങ്കിൽ വയ്ക്കണം, പണമിടപാടെല്ലാം കഴിഞ്ഞു, തിരിച്ചു പോകാൻ പറഞ്ഞു. അയ്യോ, അങ്ങനെ പറയില്ലേ സാർ, എന്നെ സഹായിക്കണം. ഉടനെ ഏജൻറ്റ് പറഞ്ഞു, സാർ നമുക്ക് ലോക്കറിൽ വച്ച് പൂട്ടാം, നാളെ ബാങ്കിൽ അടയ്ക്കാം. അങ്ങനെ പണം വാങ്ങി ലോക്കറിൽ വച്ചു. ഡബിൾ ലോക്ക് അറേഞ്ച്മെൻറ്റ് കൊണ്ട് പൂട്ടി. സേഫ് പൂട്ടി, റൂം പൂട്ടി, ബാങ്ക് പൂട്ടി. പാറാവുകാരനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, ഊണ് കഴിക്കാൻ പുറത്തു പോകണ്ട, ഊണ് വരുത്തിത്തരാം. അയാൾ എല്ലാം ഏറ്റു. പാറാവുകാരൻ കയ്യിൽ വാള്, മറ്റേ കയ്യിൽ പരിച പിടിച്ചു നിന്നു. പിറ്റേന്ന് രാവിലെ ഏജൻറ്റ് ആദ്യം വന്നു. അയാൾ നോക്കിയപ്പോൾ ബാങ്ക് തുറന്നു കിടക്കുന്നു, സേഫ് റൂം തുറന്നു കിടക്കുന്നു, സേഫ് തുറന്നു കിടക്കുന്നു, പണം കാണുന്നില്ല. പാറാവുകാരൻ പരിചയും വാളും പിടിച്ച് പുറത്തു നിൽക്കുന്നു. ഏജൻറ്റ് ചോദിച്ചു, ഇന്നലെ കള്ളൻ വന്നോ? വന്നു. പണം കൊണ്ടുപോയോ? പോയി. എന്നിട്ട് നിങ്ങളെന്താ കള്ളനെ പിടിച്ചില്ലേ? ഞാൻ എന്താ ചെയ്യുക? എൻ്റെ ഒരു കയ്യിൽ വാള്, മറ്റേ കയ്യിൽ പരിച. കള്ളനെ പിടിക്കാൻ പറ്റുമോ? ഏതു കാര്യത്തിനാണോ അയാളെ ഏൽപ്പിച്ചത് അത് ചെയ്യാതെ അയാളുടെ പ്രാരബ്ധം പറഞ്ഞ് ഒഴിയുന്നു. ഇതുപോലെയാണ് നമ്മൾ. നമുക്ക് മനുഷ്യ ശരീരം കിട്ടിയത് ഭഗവാനെ ഭജിച്ച് ഭഗവാനെ സാക്ഷാത്കരിക്കാനാണ്. പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രാരബ്ധം. കുട്ടിയുണ്ട്, കുട്ടിയുടെ കുട്ടിയുണ്ട്, ചൂടാണ്, വെയിലാണ്, പുറത്തിറങ്ങാൻ വയ്യ, മഴയാണ്, മഞ്ഞാണ്, ചമ്രം പടഞ്ഞിരിക്കാൻ വയ്യ, ഭർത്താവിന് ഇഷ്ടമില്ല. ഇങ്ങനെയൊക്കെ പല ഒഴിവുകഴിവുകൾ പറഞ്ഞ് മാറി നിൽക്കുകയാണ് പതിവ്. ഗീത പഠിക്കാനോ നാരായണീയം പഠിക്കാനോ സമയമില്ല. എന്തിനാ മനുഷ്യ ശരീരം കിട്ടിയത്? ലക്ഷ്യം മറക്കുന്നു. ഭഗവാനെ ഭജിക്കാൻ മാത്രം സമയമില്ല. പ്രാരബ്ധം പറഞ്ഞ് ഒഴിയുന്നു. വളരെ കുറച്ച് പേർ മാത്രമേ ഈ മാർഗത്തിലേക്ക് വരുന്നുള്ളൂ. 99.99% പേരും ഈ മാർഗത്തിലേക്ക് വരുന്നില്ല. ഹേ ഭഗവാൻ, എന്നെ അത്തരക്കാരനാക്കല്ലേ. ഞാൻ എൻ്റെ മനസ്സിനെ അങ്ങയുടെ ലീലാവിഗ്രഹത്തിൽ ഉറപ്പിക്കാം. അങ്ങയുടെ തൃപ്പാദങ്ങളെ ധ്യാനിക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. ഭഗവാനെ, എനിക്ക് അതിനുള്ള ആരോഗ്യം തന്ന് എന്നെ രക്ഷിക്കണേ എന്ന് ഭട്ടതിരിപ്പാടിനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഭഗവാനെ ഭജിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 4 യോഗാഭ്യാസവും യോഗസിദ്ധിയും. അതിൽ 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം, പാരായണം ചെയ്യാം. ശ്ലോകം 5. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്ബഭുസുചിരശീലനാവശാത് അശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാസ്ത്വദാശ്രയാഃ. ഇതിൽ ഭഗവത് ധ്യാനത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാനെ ധ്യാനിക്കേണ്ടത് എങ്ങനെ? ഏറ്റവും മാധുര്യമുള്ളതാണ് ധ്യാനം. ഏറ്റവും ചിലവ് കുറഞ്ഞതുമാണ്. പൂജ ചെയ്യണം, എത്രയാ ചിലവ്? ധ്യാനിക്കാനോ എളുപ്പം. ആദ്യം ശ്രവണം. ആദ്യം ഭഗവാനെക്കുറിച്ച് കേൾക്കണം, കേട്ടതിനെ അനുഭവമാക്കണം, മനനം വേണം. ധ്യാനത്തിലൂടെ അത് സാധിക്കും. സഗുണധ്യാനത്തെക്കുറിച്ചാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്. സ്ഥൂല രൂപത്തിനെ ധ്യാനിക്കണം. വിസ്ഫുടാവയവഭേദസുന്ദരം ത്വദ്വപുഃ. ഭഗവാനെ, അവിടുത്തെ അതിമനോഹരമായ രൂപം, അതിസുന്ദരമാണ് അവിടുത്തെ രൂപം. അവിടുത്തെ അവയവങ്ങൾ ഓരോന്നോരോന്നായിട്ട് ധ്യാനിക്കാൻ സാധിക്കണം. എത്ര കാലം? സുചിരശീലനാവശാത്.
വളരെ കാലം ധ്യാനിക്കണം. സുദീർഘമായ പരിശീലനം വേണം, പരിശ്രമം വേണം. പരിശീലിച്ച് വശത്തായാലോ മനസ്സിൽ ഉറയ്ക്കും. പിന്നെ അശ്രമം മനസ്സി ചിന്തയാമഹേ, പിന്നെ ഒരു പരിശ്രമവും വേണ്ട. ഭഗവാൻ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ ഒരു പരിശ്രമവും വേണ്ട. മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കും ഭഗവാൻ. പിന്നെ മനസ്സിൽ നിന്നും പോകില്ല. ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിൽ പ്രകാശിച്ചു നിൽക്കും. കത്തിച്ചു വച്ച പൊന്മണി വിളക്കെന്ന പോലെ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കും. ധ്യാനിച്ചാൽ ഓർമ്മശക്തി കൂടും. ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള മനോബലം കിട്ടും. മനോജയം ഏവ മഹാജയം എന്ന ആചാര്യന്മാർ പറയാറുണ്ട്. മനസ്സിനെ ജയിക്കാനുള്ള എളുപ്പവഴി ധ്യാനം തന്നെയാണ്. വാസനകൾ നശിക്കും. ധ്യാനയോഗ നിരതാസ്ത്വദാശ്രയാഹ. അങ്ങനെ ഭഗവാനെ ഞങ്ങളിതാ ധ്യാനയോഗത്തിൽ ശ്രദ്ധയോടുകൂടിയവരായി അങ്ങയെ തന്നെ ആശ്രയിക്കുന്നു. ഭഗവാനെ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. ഭഗവാനെ അല്ലാതെ മറ്റൊരാശ്രയവുമില്ല. ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ധ്യാനയോഗം. ഭഗവത്ഗീതയിലും ശ്രീമദ് ഭാഗവതത്തിലും ഒരധ്യായം തന്നെയുണ്ട് ധ്യാനയോഗത്തെക്കുറിച്ച്. നമുക്കിനി 5-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. പാരായണം ചെയ്യാം. ശ്ലോകം 5. ധ്യായതാം സകളമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരതാഹൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേവ ഭാസത്തെ. ഈ ശ്ലോകത്തിലും ഭട്ടതിരിപ്പാട് ഭഗവത് ധ്യാനത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ധ്യാനമാണ് ശക്തിയുടെ നിധാനം. ഓരോ ശ്ലോകത്തിൻ്റെ അവസാനം വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നു, അവഭാസതേ, പ്രകാശിക്കുന്നു. ഭാസിക്കുന്നു എന്നാൽ പ്രകാശിക്കുന്നു എന്നാണ് അർത്ഥം. അവഭാസതേ എന്നാൽ നല്ലവണ്ണം പ്രകാശിക്കുന്നു എന്നാണ് അർത്ഥം. എന്താണ് നല്ലവണ്ണം പ്രകാശിക്കുന്നത്? ബ്രഹ്മരൂപം ഐതേ, ഭഗവാനെ അങ്ങയുടെ മനോഹരമായിട്ടുള്ള ആ സ്വരൂപം എൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നു. എങ്ങനെയുള്ള ബ്രഹ്മസ്വരൂപം? സാന്ദ്രമോദരസരൂപം, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദമാകുന്ന ഭഗവാന്റെ രൂപം. അന്തരം, എൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ധ്യായതാം, ധ്യാനിക്കണം. എന്തിനെ ധ്യാനിക്കണം? ഈ ദൃശീം സകളമൂർത്തിയും, ഇപ്രകാരമുള്ള അവയവങ്ങളോടുകൂടിയ മൂർത്തിയെ, ഭഗവാനെ ധ്യാനിക്കണം. ഭഗവാന്റെ അതിമനോഹരമായ രൂപത്തെ ധ്യാനിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? ഉന്മിഷൻ മധുരതാഹൃതാത്മന, ഭഗവാന്റെ ഉജ്ജ്വലമായ മധുരമായ സൗന്ദര്യത്തിൽ ഹൃദാത്മന, ആകൃഷ്ടരായ മനസ്സോടുകൂടി നമ്മുടെ അന്ധഃകരണത്തിൽ, ആ ഹൃദയത്തിൽ അവഭാസതേ, ഭഗവാനെ അങ്ങ് പ്രകാശിക്കും. അപ്പോൾ ധ്യാനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഭഗവാന്റെ മനോഹരമായ അവയവങ്ങളോടുകൂടിയ ശ്യാമള കോമള വിഗ്രഹം വളരെ കാലം ധ്യാനിച്ച് പരിശീലിച്ച് പിന്നെ ക്ലേശമൊന്നും കൂടാതെ മനസ്സിൽ ചിന്തിക്കാൻ സാധിക്കണം. ഇപ്രകാരം ഭഗവാനെ ധ്യാനിച്ചാൽ ആനന്ദം അനുഭവിക്കാൻ കഴിയും. മനസ്സിനെ ജയിക്കാനുള്ള എളുപ്പവഴി ധ്യാനമാണ്. ധ്യാനയോഗം വഴി വാസനകളെ നശിപ്പിച്ച് മനോജയം സമ്പാദിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് വേണ്ടത് മനോബലമാണ്. മനസ്സിന് ബലമില്ലാത്തത് കൊണ്ടാണ് ശരീരത്തിനും ബലഹീനത അനുഭവപ്പെടുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, റോഡിൽ ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കവർ കിടക്കുകയാണ്. ഒരു വണ്ടി കിഴക്കോട്ട് പോകുമ്പോൾ ആ വണ്ടിയുടെ പിന്നാലെ കവർ കുറേ ദൂരം ഓടും. വേറെ വണ്ടി പടിഞ്ഞാറോട്ട് വരും. അപ്പോൾ കവർ തിരിച്ച് പടിഞ്ഞാറോട്ട് പറക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് അവസാനം വല്ല മുൾച്ചെടിയുടെയും മണ്ടയ്ക്ക് വീണ് കുരുങ്ങിക്കിടക്കും. എന്തുകൊണ്ട്? കവറിന് ബലമില്ല, പൊള്ളയായതുകൊണ്ടാണ്. അതുപോലെ മനസ്സിനും ബലമില്ലെങ്കിൽ നമുക്കും ഇത് പറ്റും.
അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവസാനം കുരുങ്ങും. അവർ പറയുന്നത് കേട്ട് ഇവർ പറയുന്നത് കേട്ട് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അവസാനം നമ്മളും വല്ലയിടത്തും കുരുങ്ങും. പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതില്ലാതാവാനാണ് നാരായണീയം പോലെയുള്ള ശാസ്ത്രഗ്രന്ഥങ്ങളുടെ പഠനം. എല്ലാവർക്കും മനോബലം ഉണ്ടാകാനായി മനസ്സിലെ മാലിന്യങ്ങളായ രാഗദ്വേഷങ്ങൾ മാറ്റാനും ഭഗവാന്റെ മനോഹരമായ രൂപത്തെ ധ്യാനിക്കുക തന്നെ വേണം എന്നാണ് ഭട്ടതിരിപ്പാട് നമ്മളോട് ഉറപ്പിച്ചു പറയുന്നത്. ധ്യാനശീലം പരിശീലിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നാരായണീയ പഠിതാക്കൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഹരി ഓം നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 4 യോഗാഭ്യാസവും യോഗസിദ്ധിയും. അതിൽ 7ാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. പാരായണം ചെയ്യാം. ശ്ലോകം 7. തത്സമാസ്വദനരൂപിണീം സ്ഥിതിം ത്വത്സമാധിമയി വിശ്വനായക ആശ്രിതാ പുനരതഃ പരിച്യുതോ ആരഭേമഹി ജധാരണാധികം. ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് അഷ്ടാംഗയോഗത്തിലെ അവസാനത്തെ അംഗമായ സമാധിയെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ ധാരണയും ധ്യാനവും കണ്ടു. ഇനി സമാധി. അങ്ങനെ ഭഗവാനെ ധ്യാനിച്ച് സമാധിയിലെത്തും. സമാധി എന്നാൽ എന്താണ്? സമാധീയതേ ബുദ്ധി അസ്മിൻ ഇതി സമാധി എന്നാണ് വ്യുൽപ്പത്തി. നമ്മുടെ ബുദ്ധി ആത്മാവിൽ പോയി ഉറച്ചു നിൽക്കുന്നതിനെയാണ് സമാധി എന്ന് പറയുന്നത്. അസ്മിൻ എന്നാൽ ഇതിൽ, ബുദ്ധി സമാധീയതേ ഉറച്ച് ഇരിക്കുന്ന അവസ്ഥ, അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. ഇവിടെ ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് ഭഗവാനെ സംബോധന ചെയ്യുകയാണ്. ഐ വിശ്വനായക, അല്ലയോ ഭഗവാനെ, വിശ്വത്തിനു മുഴുവനും നിയാമകനായവനെ, നയിക്കുന്നവനെ, ഈ പ്രപഞ്ചത്തിനെ ഈ വിധം സൃഷ്ടിച്ച് സംരക്ഷിച്ച് അവയെ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്ന വിശ്വനായക ജഗന്നാഥ, ആ ഭഗവാനെ പ്രാപിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഭഗവാനെ, ലോകനാഥ, ജഗത് പ്രഭോ, ത്വത്സമാസ്വദനരൂപിണീം സ്ഥിതിം, ആ പരബ്രഹ്മത്തിൻ്റെ ഭഗവാന്റെ രൂപത്തെ തങ്ങളുടെ ഉള്ളിൽ വച്ച് ധ്യാനിക്കുമ്പോൾ ഉണ്ടായ ആസ്വാദനം കൊണ്ട് ത്വത്സമാധിം ആശ്രിതാഹ, ഭഗവാനെ, സമാധി എന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. ചിത്തം നിർമ്മലമാകും, നിശ്ചലമാകണം, ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കാൻ സാധിക്കും, ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. ആശ്രിതവത്സലനായ ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഈ അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കൂ. പുനഃ വീണ്ടും അധഃ പരിച്യുതോ, ചിലപ്പോൾ അതിൽ നിന്നും വീണുപോകാൻ സാധ്യതയുണ്ട്, ചുതി വരാൻ സാധ്യതയുണ്ട്. ചുതി വരാതെ നോക്കണം. അതിനാണ് പണ്ടുള്ളവർ കാട്ടിൽ പോയിരുന്നത്. വീട്ടിലിരുന്നാൽ എത്രയായാലും ബന്ധങ്ങൾ മൂലം മനസ്സ് ചലിക്കും. അതുണ്ടാകാതിരിക്കാനാണ് കാട്ടിൽ പോയത്, വാനപ്രസ്ഥം ചെയ്തിരുന്നത്. ഇന്നത് സാധ്യമാണോ? സാധ്യമല്ല. അങ്ങനെ ചുതി വന്നാൽ, എന്തെങ്കിലും കാരണവശാൽ പതനം വരികയാണെങ്കിൽ ധാരണാധികം ആരഭേമഹിച്ച, ഭഗവാനെ, ഞങ്ങൾ ധാരണ തുടങ്ങിയ യോഗനിഷ്ഠകളെ വീണ്ടും ആരംഭിച്ചു കൊള്ളാം. ആദ്യത്തെ യമനിയമങ്ങൾ വേണമെന്നില്ല, പിന്നെ ധാരണ തൊട്ട് മതി. മനസ്സ് ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുക, ആ രൂപം മനസ്സിൽ ഉറപ്പിക്കുക. പിന്നെ നമ്മൾ സമാധിയിൽ എത്തിച്ചേരും. ഈ സവികൽപ്പ സമാധിക്ക് 4 ദോഷങ്ങളുണ്ടെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. ഒന്ന് നിദ്രയാണ്, ചിലപ്പോൾ ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ വിക്ഷേപമുണ്ടായെന്ന് വരാം, അതായത് മനസ്സിന് ഇളക്കം വരാം.
യോഗസിദ്ധി ഉണ്ടാകും. ആ സിദ്ധികളുടെ പിറകെ പോകും. അപ്പോൾ നമ്മൾ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ചു എന്ന് വരാം. പിന്നെയുള്ളത് വിഷയവാസനയാണ്. അതായത് നമ്മൾ മുമ്പ് അനുഭവിച്ചിരുന്നത് ഏതെങ്കിലും കാണുകയാണെങ്കിൽ വീണ്ടും അത് അനുഭവിക്കണം എന്ന് തോന്നും. പിന്നെയുള്ളത് രസാസ്വാദനമാണ്. ആ സവികൽപ്പ ആനന്ദത്തിൽ ആസ്വാദനം കണ്ടെത്തുക. അതും പാടില്ലെന്ന് ആചാര്യന്മാർ പറയുന്നത്. അതിന് അപ്പുറത്ത് പോകണം. അതുകൊണ്ട് മനസ്സെപ്പോഴും ജാഗരൂകരാകണം. അപ്പോൾ നമുക്ക് ച്യുതി ഉണ്ടാകാം. ച്യുതി ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും ധാരണ, ധ്യാന, സമാധിയിലൂടെ വീണ്ടും പ്രയത്നിക്കണം. ഒരു ഭക്തനുണ്ടായിരിക്കേണ്ട മനസ്ഥൈര്യമാണിത്. വീണ്ടും വീണ്ടും പ്രയത്നിക്കുക. ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് തന്നെ പോകണം. ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ടല്ലോ, യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നേമേതദ് ആത്മന്യേവ വശം നയേത്. മനുഷ്യരായ നമുക്ക് മനസ്സിന് ചാഞ്ചല്യമുണ്ടാകാം, മനസ്സ് ചഞ്ചലമാകാം. മനശ്ചഞ്ചലം അസ്ഥിരം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ അസ്ഥിരവും ചഞ്ചലവുമായ മനസ്സ് നമ്മുടെ ലക്ഷ്യബോധത്തിൽ നിന്നും പതിച്ചു എന്ന് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്നെല്ലാം നിവർത്തി വരുത്തി ആത്മാവിൽ തന്നെ ലയിക്കാൻ സാധിക്കണം. ആ ഭഗവാന്റെ രൂപത്തെ ധാരണ ചെയ്ത് ധ്യാനിച്ച് സമാധിയിൽ എത്തിക്കൊള്ളാം എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നത്. അതിനുള്ളതായ അനുഗ്രഹം അങ്ങയിൽ നിന്ന് ഞങ്ങൾക്കുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ശ്രീമന്നാരായണീയം ദശകം 4 യോഗാഭ്യാസവും യോഗസിദ്ധിയും. അതിൽ 8ാമത്തെ ശ്ലോകമാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. പാരായണം ചെയ്യാം. ശ്ലോകം 8. ഇത്തമഭ്യസന നിർഭരോല്ലസത് ത്വത്പരാത്മസുഖകൽപ്പിതോത്സവാഃ മുക്തഭക്തകുലമൗലിതാം ഗതാഃ സഞ്ചരേമ ശുകനാരദാദിവത്. അന്വയാർത്ഥവും സാരാംശവും നോക്കാം. ഇത്തം അഭ്യസന നിർഭരോല്ലസത്, ഇപ്രകാരം, അതായത് നേരത്തെ പറഞ്ഞ പോലെ അഷ്ടാംഗയോഗം നമ്മൾ അനുഷ്ഠിക്കണം. അങ്ങനെയുള്ള അഭ്യസന നിർഭരോല്ലസത്, ആ അഭ്യാസം നിമിത്തം അഷ്ടാംഗയോഗം നിരന്തരം അഭ്യസിക്കണം. അങ്ങനെയുള്ള അഭ്യാസത്താൽ നമുക്ക് എന്താ ലഭിക്കുക? നിറഞ്ഞ പരമാനന്ദം ഉണ്ടാകും. നിർഭരോല്ലസത്, നിർഭരമായി ഉല്ലസിക്കുന്നു. ആ ആനന്ദം നമ്മിൽ നിറഞ്ഞു നിൽക്കും. അപ്പോൾ പരമാത്മസുഖ, എന്തെന്നില്ലാത്ത സുഖമുണ്ടാകും. അതിനെയാണ് ആത്മാനന്ദം, ബ്രഹ്മാനന്ദം എന്നൊക്കെ പറയുന്നത്. ആനന്ദം കൊണ്ട് മനസ്സ് നിറയും. അത് പിന്നെ കൽപ്പിതോത്സവ, അതുകൊണ്ട് ഒരു ഉത്സവം നമുക്കുണ്ടാകും. പരമാനന്ദമാകുന്ന ഉത്സവത്തോടു കൂടിയവനാകും നമ്മൾ. എന്തുകൊണ്ട്? ഈ ആനന്ദം എപ്പോഴുമുണ്ട്. ഉത്സവം എന്നാൽ ഉത്സുതേ ഹർഷം ഇതി ഉത്സവം എന്നാണ് വ്യുൽപ്പത്തി. നമുക്ക് സന്തോഷത്തെ ഉളവാക്കും, ആനന്ദത്തെ ഉളവാക്കും. നമ്മുടെ ചുറ്റും ആനന്ദം മാത്രം. ആ സന്തോഷത്തിൽ എത്തിക്കഴിഞ്ഞാലോ ചിലർക്ക് ഉടനെ തന്നെ മുക്തി ലഭിക്കും. അവർക്ക് വേഗം മുക്തരാകാൻ സാധിക്കും. ചിലർക്ക് ഉടനെ മുക്തി വേണ്ട, കുറച്ചുകൂടി ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കണം. അതിനുള്ള ദൃഷ്ടാന്തമാണ് ഇനി ഭട്ടതിരിപ്പാട് പറയുന്നത്. മുക്തനായ ശ്രീശുക ബ്രഹ്മർഷിയെക്കുറിച്ചും ഭക്തനായ നാരദനെക്കുറിച്ചുമാണ് ഇതിൽ ഉദാഹരണമായിട്ട് പറയുന്നത്. മുക്തഭക്തകുലമൗലിതാം ഗതാഃ, മുക്തന്മാരായ ഭക്തന്മാരുടെ കുലത്തിൽ മഹത്വത്തെ പ്രാപിച്ചവരായ ശുകനാരദാദിവത് സഞ്ചരേമ,
ശ്രീശുകൻ, നാരദൻ തുടങ്ങിയവരെ പോലെ ഞാനും സഞ്ചരിച്ചു കൊള്ളാം, എനിക്കും സഞ്ചരിക്കുമാറാകണമേ എന്നിവിടെ ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. ശ്രീശുകൻ ജന്മനാ തന്നെ മുക്തനാണ്. വേദവ്യാസ മഹർഷിയുടെ പുത്രനാണ് ശ്രീശുകൻ. ഘൃതിജിയാണ് അമ്മ. പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിച്ചത് ശ്രീശുകനാണ്. നാരദനാണെങ്കിലോ ദേവർഷിയാണ്, ബ്രഹ്മപുത്രനാണ്. നാരദൻ പൂർവജന്മത്തിൽ ദാസീപുത്രനായിരുന്നു. ആ കഥ നേരത്തെയും പറഞ്ഞതാണ്. എന്നാൽ അവസരം വന്നതുകൊണ്ട് ഒന്നും കൂടി പറയുന്നു. ഒരു ചാതുർമാസ്യകാലത്ത് മഹർഷീശ്വരന്മാരിൽ നിന്നും ഭഗവാനെക്കുറിച്ച് കേട്ടു. ഋഷീശ്വരന്മാർ ചാതുർമാസത്തിൽ ഏതെങ്കിലും ഒരു ഗൃഹത്തിൽ ഇരുന്ന് ഭഗവാനെ ഭജിക്കും. അങ്ങനെ ഈ കുട്ടിയായിരുന്നപ്പോൾ ഭഗവാനെക്കുറിച്ച് കേൾക്കാനായിട്ട് ഇടയായി. ഭഗവാനെ കാണണമെന്ന് ആഗ്രഹം തോന്നി. അമ്മയുടെ കാലശേഷം ഭഗവാനെ ഭജിച്ചു. അശരീരി കേട്ടു, ഈ ജന്മം പറ്റില്ല, അടുത്ത ജന്മം കാണാമെന്ന്. അടുത്ത ജന്മം ബ്രഹ്മാവിൻ്റെ മടിത്തട്ടിൽ തന്നെ അവതരിച്ചു. 3 ലോകത്തും സഞ്ചരിച്ചുകൊണ്ട് ഭഗവാന്റെ നാമവും പാടി നടക്കുന്നു. ഭഗവാന്റെ കഥകൾ ആര് പറയുന്നുവോ അത് കേൾക്കാൻ 2 പേരും വരുമെന്നാണ് പറയുന്നത്. 2 പേരും, ശ്രീശുക ബ്രഹ്മർഷിയും നാരദ മഹർഷിയും ലോകാനുഗ്രഹത്തിനായിട്ടാണ് ചുറ്റി സഞ്ചരിക്കുന്നത്. നാരദൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഏഷണിക്കാരനാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. നാരം ദദാതി ഇതി നാരദഃ എന്നാണ് വ്യുൽപ്പത്തി. നാരം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം, ദദാതി ആരാണോ തരുന്നത്, ആരാണോ ആത്മജ്ഞാനം ഉപദേശിച്ചു തരുന്നത്, അവരാണ് നാരദൻ. അപ്പോൾ നമ്മുടെ ഗുരുനാഥന്മാർ, മഹാത്മാക്കൾ എല്ലാവരും നാരദന്മാരാണ്. അല്ലയോ ഭഗവാനെ, എനിക്കും ആ ഭക്തന്മാരെ പോലെ ഈ ഭഗവാനെ പാടി പുകഴ്ത്തിക്കൊണ്ട് ഈ ലോകത്തിൽ സഞ്ചരിക്കുമാറാകണേ. ഭഗവാനെ ഭജിച്ച് ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കണേ. അതിനെന്നെ അനുഗ്രഹിക്കണേ എന്ന് ഭട്ടതിരിക്കൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. ഹരി ഓം, നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 4 യോഗാഭ്യാസവും യോഗസിദ്ധിയും. അതിലെ 9ാമത്തെ ശ്ലോകം നോക്കാം. ശ്ലോകം 9. ത്വത്സമാധി വിജയേതുയ പുനഃ മങ്ക്ഷുമോക്ഷരസികക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയൈഃ ഉന്നയത്യജ സുഷുമ്നയാശനൈഃ. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ സമാധി വരെയുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. അഷ്ടാംഗ യോഗത്തിലെ 8 അംഗങ്ങളെക്കുറിച്ചും പഠിച്ചു. അങ്ങനെ ത്വസ്സമാധി വിജയേ തു യഹ പുനഃ. ഹേ ഭഗവൻ, ആരാണോ അങ്ങയിലുള്ള സമാധി അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മങ്ക്ഷുമോക്ഷ രസികഃ, അനന്തരം അദ്ദേഹത്തിന്, ആ യോഗിക്ക് ഉടനെ തന്നെ വേഗത്തിൽ മോക്ഷത്തിൽ താല്പര്യമുള്ളവനായിട്ട് തീരുന്നു. മോക്ഷം നേടാനായിട്ടുള്ള ആഗ്രഹമുണ്ടാകും, അതിന് താല്പര്യം കാണിക്കും. അപ്പോൾ അദ്ദേഹം എന്തു ചെയ്യും? ക്രമേണവാ, ക്രമത്തിൽ, യോഗവശ്യം, യോഗങ്ങളെല്ലാം വശത്താക്കാനായിട്ട് തുടങ്ങും. പ്രാണായാമത്തിലൂടെ, അനിലം സുഷുമ്നയാ ശനൈഹി, പ്രാണായാമത്തിലൂടെ വളരെ പതുക്കെ പ്രാണവായുവിനെ ഷഡാശ്രയൈഹി, ഷഡാധാരങ്ങൾ വഴി, അതായത് 6 ചക്രങ്ങൾ വഴി, ഉന്നയത്യജ സുഷുമ്നയാ ശനൈഹി, സുഷുമ്നയാ, സുഷുമ്നാനാഡിയിൽ കൂടെ, ശനൈഹി, പതുക്കെ പതുക്കെ, ഉന്നയതി, മേൽപോട്ട് ഉയർത്തുന്നു. അങ്ങനെ അദ്ദേഹത്തിന് മുക്തി പ്രാപിക്കാനായിട്ട് സാധിക്കും. ഷഡാധാരങ്ങൾ നമുക്കറിയാം. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഇത് ലളിതാ സഹസ്രനാമത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ ചക്രങ്ങൾ വഴി,
ഈ 6 ആശ്രയങ്ങളിലൂടെ, ഇതിനെ ആധാരങ്ങളെന്ന് പറയും, ചക്രങ്ങളെന്ന് പറയും. അങ്ങനെ ഈ 6 ചക്രങ്ങൾ വഴിയാണ് ആ പ്രാണനെ മെല്ലെ മെല്ലെ ഉയർത്തി ഉയർത്തി മുക്തിയെ പ്രാപിക്കുന്നത്. മുക്തിയും 2 തരത്തിലുണ്ട്, സദ്യോമുക്തിയും ക്രമമുക്തിയും. സദ്യോമുക്തി എന്ന് പറയുന്നത് പെട്ടെന്നുള്ള മുക്തിയാണ്. ക്രമമുക്തി പതുക്കെ പതുക്കെ നമുക്ക് മുക്തി നേടാനായിട്ട് സാധിക്കും. രണ്ടും നേടാൻ പ്രാണായാമം പ്രയോജനപ്പെടും. മൂലാധാരത്തിലാണ് ബ്രഹ്മശക്തിയായിട്ടുള്ള പ്രാണൻ സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ കുണ്ടലിനി ശക്തി എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് കിടക്കുന്നത്? ആചാര്യന്മാർ പറയുന്നത് ഒരു പാമ്പ് വളഞ്ഞു കിടക്കുന്നത് പോലെയാണ് കിടക്കുന്നത് എന്നാണ്. ഈ കുണ്ടലിനി ശക്തി നട്ടെല്ലിൻ്റെ മധ്യത്തിൽ ഇട പിങ്കള എന്നീ 2 നാഡികൾക്ക് നടുവിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അധികം പേരിലും ഇത് തുറന്ന് പ്രവർത്തിക്കാറില്ല. പ്രാണായാമം ചെയ്തു വേണം അതിനെ തുറക്കാനായിട്ട്. അപ്പോൾ പ്രാണവായു സുഷുമ്നാ നാഡിയിലൂടെ ഓരോ ചക്രം വഴി മേൽപോട്ടുയർത്തി ഭ്രൂമധ്യത്തിൽ എത്തിക്കുന്നു. അവിടെ നിന്നും സഹസ്രാരപത്മത്തിലെത്തി ശിവനുമായിട്ട് സമ്മേളിച്ച് അമൃതധാര, ഒരു അമൃതപ്രവാഹം ഉണ്ടാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അത് ശരീരം മുഴുവനും വ്യാപിക്കും. മൂലാധാരമാണ് കുണ്ടലിനി ശക്തിക്ക് അധിഷ്ഠാനമായിട്ടിരിക്കുന്നത്. അത് സുഷുമ്നയുടെ താഴത്തെ അറ്റത്ത് ത്രികോണാകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ മൂലാധാരത്തിൽ കിടക്കുന്ന കുണ്ടലിനി ശക്തി മെല്ലെ ഉയർന്ന്, മൂലാധാരം പൃഥ്വി തത്വമാണ്, അതിന് മുകളിൽ സ്വാധിഷ്ഠാനത്തിലെത്തുന്നു. അവിടെ ജലതത്വമാണ്. പിന്നെ ജലതത്വത്തിൽ നിന്നും അത് മുകളിലേക്ക് മണിപൂരകം അഗ്നിതത്വത്തിലെത്തും. അവിടെ നിന്ന് മുകളിലേക്ക് അനാഹതം, അത് വായുതത്വമാണ്. അവിടെ നിന്ന് മുകളിലേക്ക് കയറി കണ്ഠത്തിലെത്തും. വിശുദ്ധി ചക്രം, അത് ആകാശതത്വമാണ്. അവിടെ നിന്ന് മുകളിലേക്ക് കയറി ആജ്ഞാചക്രം, അത് മനസ്തത്വമാണ്. അപ്പോഴേക്കും യോഗിയായി തീരും. എല്ലാവിധ അഷ്ട ഐശ്വര്യങ്ങളും സിദ്ധിക്കും, സിദ്ധനാകും. വേണമെങ്കിൽ കുറച്ചു കാലം സിദ്ധികളൊക്കെ കാണിച്ചിട്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടാ. അവിടെ നിന്ന് ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും. സഹസ്രാര പത്മത്തിൽ എത്തും. ഇതെല്ലാം സംഭവിക്കുന്നത് നട്ടെല്ലിലെ സുഷുമ്നാ നാഡിയിലൂടെയാണ്. ഈ സുഷുമ്നാ നാഡി എപ്പോഴും സൂര്യകിരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നട്ടെല്ലിൻ്റെ പിന്നിലുള്ള ആ 3 നാഡികൾ ഇട പിങ്കള സുഷുമ്ന, ഇത് സൂര്യകിരണങ്ങളുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ കിരണങ്ങൾ വഴിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് കിഴക്കോട്ട് തലവെച്ച് ഉറങ്ങണമെന്ന് പറയുന്നത്. ഒരു ചൊല്ല് തന്നെയുണ്ടല്ലോ, വേണം കിഴക്കോട്ട്, വേണ്ട പടിഞ്ഞാട്ട്, ആവാം തെക്കോട്ട്, അരുതേ വടക്കോട്ട്. ഒരു കാരണവശാലും വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കും. ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാകാനായിട്ട് ഇടയുണ്ട്. പിന്നെ നമുക്കും ഉണർവും ഊർജ്ജസ്വലതയും ആ ബുദ്ധിയുടെ തിളക്കവും ഒക്കെ ഉണ്ടാകാനായിട്ട് നമ്മൾ കിഴക്കോട്ട് തലവെച്ച് കിടക്കുന്നതാണ് അഭികാമ്യം. പിന്നെ ഈ ഓരോ ചക്രത്തിനും ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങളുണ്ട്. മൂലാധാര ചക്രം ബുധത്തിൻ്റെയും ലിംഗത്തിൻ്റെയും മധ്യഭാഗത്ത്, അതിന് ആ നട്ടലിനോട് ചേർന്നുള്ള ഭാഗത്താണ്. പിന്നെ സ്വാധിഷ്ഠാനം മൂലാധാരത്തിൽ നിന്നും 4 അംഗുലം മുകളിൽ. മണിപൂരകം എന്ന് പറയുന്നത് നാഭിപ്രദേശത്തിന് നേരെയുള്ള ആ നട്ടലിൻ്റെ ഭാഗത്താണ്. അനാഹതം ഹൃദയത്തിൻ്റെ ഭാഗത്താണ്. വിശുദ്ധിചക്രം കണ്ഠം, ആജ്ഞാചക്രം ഭ്രൂമധ്യം. അവിടെ നിന്നാണ് സഹസ്രാര പത്മത്തിലേക്ക് പോകുന്നത്. ഒരു ചൊല്ല് തന്നെയില്ലേ, പടിയാറും കടന്ന് അവിടെ ചെന്നാൽ ഭഗവാനെ കാണാമെന്ന്. അങ്ങനെ ആ സഹസ്രദള പത്മമെന്നും പറയും. ശിരസിൽ ബ്രഹ്മരന്ധ്രത്തിന് താഴെ അധോമുഖമായിട്ടാണ് ഇരിക്കുന്നത്. 6 ദളം, 1000 ദളമുള്ള ഒരു പത്മം പോലെയാണ് അത് ഇരിക്കുന്നത് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അത് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത് പോലെ ആ ചൈതന്യം പുറത്തേക്ക് പോകുന്നു. ജീവിതത്തിൻ്റെ 4 ഗതികളാണ്. അവിദ്യാമാർഗവും, ദക്ഷിണായന മാർഗം, ഉത്തരായണ മാർഗം, വിദ്യാമാർഗം. ഈ അവിദ്യാമാർഗം എന്ന് പറയുന്നത് അജ്ഞാനമാണ്. 99.999% അതിലാണ് കിടക്കുന്നത്.
തപ്പി എന്താണ് ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത് ഒന്നും അറിയാതെ കൂരിരുട്ടിലാണ് കഴിയുന്നത്. ആ പരമമായിട്ടുള്ള തത്വത്തെ അറിയുന്നില്ല, അത് അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നുമില്ല. ചേതനനായ ഒരാളാണ് എന്നെ നിലനിർത്തുന്നത് എന്ന് പോലും മനസ്സിലാക്കുന്നില്ല. പിന്നെ പ്രകൃതി നമുക്ക് സുഖത്തെ തരുന്നു, അതുകൊണ്ട് അത് നേടാനായിട്ടുള്ള ശ്രമമാണ്. അതിനെ ബുദ്ധിബലവും മനോബലവും ആൾക്കാരുടെ ബലവും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പഠിച്ചവർ പോലും ഇതിൽ പെടുകയാണ് ചെയ്യുന്നത്. അധർമ്മത്തിലും ധർമ്മത്തിലും ഒക്കെ നമ്മൾ ഏർപ്പെടാറുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ കടുത്ത അധർമ്മം ചെയ്യും, എന്നിട്ട് നരകെ അതിനെ അനുഭവിക്കേണ്ടി വരും. 28 കോടി നരകങ്ങളുണ്ടെന്നാണ് നമ്മളെ ഭാഗവതത്തിലൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നരകം എന്ന് പറയുമ്പോൾ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഗ്രഹത്തിൽ മാത്രം ആസക്തി ഉള്ളവർക്ക് പല വിധത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കാനായിട്ട് ഇടവരും. അതുകൊണ്ടാണ് ഭഗവാനെ ഭജിച്ച് മുക്തി നേടണം എന്ന് ആചാര്യന്മാർ പറയുന്നത്. അതിനെയാണ് വിദ്യാമാർഗം എന്ന് പറയുന്നത്. അവിടെ അത് ആവർത്തിരഹിതമായിട്ടുള്ള മാർഗമാണ്. അപ്പം നമ്മൾ അവിദ്യാമാർഗത്തെ മാറ്റി വിദ്യാമാർഗത്തെ സ്വീകരിക്കാനായിട്ടാണ് ഇവിടെ ആചാര്യൻ നമുക്ക് പറയുന്നത്. നമുക്കതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 4 യോഗാഭ്യാസവും യോഗസിദ്ധിയും. ശ്ലോകം 10. ലിംഗദേഹമഭിസന്ധ്യജന്നതോ ലീയതേ ത്വയി പരേ നിരാഗ്രഹഃ ഊർധ്വലോകകുതുകീതുമൂർധതഃ സാർത്ഥമേവ കരണൈർനിരീയതേ. അഥഃ അനന്തരം പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിൽ എത്തിച്ചതിന് ശേഷം നിരാഗ്രഹഃ ആഗ്രഹങ്ങൾ ഒന്നും ഇല്ലാത്തവർ, ബ്രഹ്മാദിലോകങ്ങളിൽ കൊതിയില്ലാത്തവർ, ലിംഗദേഹമപി ലിംഗശരീരത്തെ, അതായത് കാരണശരീരത്തെ, മനസ്സ് ബുദ്ധി തുടങ്ങിയവയെ സന്ധ്യജൻ ത്യജിക്കുന്നു, ഉപേക്ഷിക്കുന്നു. പരേ ത്വയി എന്നിട്ട് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മസ്വരൂപനായ അങ്ങയിൽ ലീയതേ പോയി ലയിക്കുന്നു. ജീവാത്മ പരമാത്മ ഐക്യം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഭഗവാനിൽ ലയിച്ചു. പിന്നെ ഊർധ്വലോക കുതുകീതു, ഉപരിലോകങ്ങൾ കാണണമെന്ന് ആഗ്രഹമുള്ളവർ, ബ്രഹ്മാദി ലോകങ്ങളൊക്കെ കാണണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ക്രമമുക്തിയാണ് പറയുന്നത്. അവർ മൂർധാവിൽ നിന്ന് കരണൈഹി പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, അതായത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തോടുകൂടി സാർത്ഥമേവ നിരീയതേ, അവയോടുകൂടി തന്നെ ഈ ലോകം വിട്ട് പോകുന്നു. അപ്പോൾ ഒരു ജീവൻ്റെ ഗതിയെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് വളരെ സശ്രദ്ധം പഠിക്കുന്നവർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത് സദ്യോമുക്തി ആഗ്രഹിക്കുന്നവരെക്കുറിച്ചും ക്രമമുക്തി ആഗ്രഹിക്കുന്നവരെക്കുറിച്ചും അവരുടെ ഗതിയെക്കുറിച്ചുമൊക്കെയാണ് വർണ്ണിക്കുന്നത്. സദ്യോമുക്തി ആഗ്രഹിക്കുന്നവർ പിന്നെ ഒരു ലോകത്ത് ചെന്ന് സുഖം അനുഭവിക്കണമെന്നുള്ള ആഗ്രഹം കാണുകയില്ല. അവർ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെല്ലാം ഉപേക്ഷിച്ച് പരബ്രഹ്മത്തിൽ ചെന്ന് ലയിക്കുന്നു. പ്രാണനെ പ്രാണായാമത്തിലൂടെ സഹസ്രാര പദ്മത്തിലെത്തിച്ച് നിത്യാനന്ദം നേടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ത്രികാലജ്ഞാനവും ബ്രഹ്മസാക്ഷാത്കാരവും മുക്തിയും ലഭിക്കും. പിന്നെ മറ്റു ലോകങ്ങൾ കാണണം എന്നുള്ളവർക്ക് ക്രമമുക്തിയെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകങ്ങളിലാണ് അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു വിവേകം ഭഗവാൻ തന്നെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഹരി ഓം നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 4 യോഗാഭ്യാസവും യോഗസിദ്ധിയും. ശ്ലോകം 11. അഗ്നിവാസരവളർക്ഷപക്ഷഗൈഃ ഉത്തരായണജുഷാ ച ദൈവതൈഃ പ്രാപിതോരവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. ഈ ശ്ലോകത്തിൽ ക്രമമുക്തിയെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന യോഗിയുടെ പ്രാണൻ ബ്രഹ്മരന്ധ്രത്തിൽ നിന്നും സൂക്ഷ്മ ശരീരത്തോടു കൂടി സൂര്യരശ്മിയിലൂടെ പോകുമ്പോൾ
അഗ്നി വാസര, ആദ്യം അഗ്നിദേവതയുടെ ലോകത്തിലെത്തുന്നു. അവിടെ നിന്നും വാസര, പകൽ സമയം, പകലിൻ്റെ ദേവത തൻ്റെ ലോകത്തിലേക്കും. വളർച്ചപക്ഷ ഗേഹി, അവിടെ നിന്നും വെളുത്ത പക്ഷം. പിന്നെ ഉത്തരായണ ജുഷാച, ഉത്തരായണത്തെ അധിവസിക്കുന്നതുമായിട്ടുള്ള ദേവതൈഹി, ദേവതകളാൽ രവിപദം പ്രാപിത, സൂര്യമണ്ഡലത്തെ പ്രാപിക്കും. ആരാണ്? ഭവത്പരഹ, ഭഗവാനെ അങ്ങയുടെ ഭക്തൻ. എന്നിട്ട് എന്തു ചെയ്യും? മോദവാൻ, സന്തോഷിച്ചുകൊണ്ട് ദിവ്യാനന്ദം അനുഭവിക്കുന്നവനായിട്ട് ധ്രുവപദാന്തം, ധ്രുവലോകം വരെ മഹർഷിമാരുടെയും സിദ്ധന്മാരുടെയും ലോകത്ത് ഈയതേ, എത്തിച്ചേരുന്നു. പിന്നെ എന്താ സംഭവിക്കുന്നത്? ശ്ലോകം 12. ആസ്ഥിതോധമഹരാലയേ യഥാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യത്തെ ഈയതേ ഭവതുപാശ്രയസ്തദാ വേദസ പദമദപുരൈവ വാം. അഥാനന്തരം ഭവതുപാശ്രയ, ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തൻ മഹരാലയെ, മഹർലോകത്തിൽ ആസ്ഥിത, സ്ഥിതി ചെയ്യുന്നവനായിട്ട് തീരുന്നു. അവിടെ സുഖമായി വസിക്കും. അപ്പോൾ എന്തു പറ്റും? യഥാ ശേഷവക്ത്ര, എപ്പോഴാണോ അനന്തൻ്റെ മുഖത്തു നിന്നും ദഹനോഷ്മണ, വരുന്ന അഗ്നിയുടെ ചൂടുകൊണ്ട് ആർദ്യത്തെ, ദുഃഖിക്കേണ്ടി വരും. ചൂട് സഹിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഭവതുപാശ്രയ, വീണ്ടും ഭഗവാനെ, ഗുരുവായൂരപ്പ അങ്ങേ തന്നെ ആശ്രയിക്കും. തഥാ, അപ്പോൾ തന്നെ, പുരാ ഏവ, അതിനു മുമ്പിലോ, വേദസ, ബ്രഹ്മാവിൻ്റെ പദം ഈയതേ, ലോകത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ മഹർലോകം ഉജ്ജ്വല തേജസ്സിൻ്റെ ലോകമാണ്. കത്തിജ്വലിക്കുന്ന അഗ്നിയുടെ ചൂടാണ് ആദിശേഷനിൽ നിന്നും പുറപ്പെടുന്നത്. അത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തു ചെയ്യും? ഭഗവാനെ ആശ്രയിച്ച് ജനലോകവും തപോലോകവും കടന്ന് സത്യലോകത്തിൽ എത്തിച്ചേരുന്നു. ചിലർ നേരത്തെ തന്നെ സത്യലോകത്തിൽ എത്തും എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് എന്ത് പറ്റുന്നത്? തത്രവാ തവ പഥേതവാ വസൻ പ്രാകൃത പ്രളയേതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാ വിമുച്യത്തെ സംവിഭിദ്യ ജഗദണ്ഡമോജസാം. തത്രവാ, അവിടെയോ, അഥവാ അല്ലെങ്കിൽ, തവ പദേ, ഭഗവാനെ അങ്ങയുടെ പദത്തിലോ, വസൻ, വസിക്കുന്നയാൾ, പ്രാകൃത പ്രളയ, മഹാപ്രളയത്തിൽ, മുക്തതാം ഏതി, മുക്തിയെ പ്രാപിക്കുന്നു. ഓജസ, സ്വന്തം യോഗശക്തി കൊണ്ട്, സ്വേച്ഛയാ, ഇഷ്ടമനുസരിച്ച്, ജഗദണ്ഡം സംവിഭിദ്യ, ബ്രഹ്മാണ്ടത്തെ ഭേദിച്ച്, പുരാ അപി, നേരത്തെ തന്നെ, മുച്യതേ ഖലു, മുക്തിയെ പ്രാപിക്കുന്നു. അതായത് ബ്രഹ്മപദം അല്ലെങ്കിൽ ഭഗവത്പദം പ്രാപിക്കുന്നു. ജീവാത്മാവ് പരമാത്മാവിൽ എത്തിച്ചേരുന്നു. പിന്നെ എന്താണ് ചെയ്യുന്നത് ആ യോഗി? തസ്യ ചക്ഷിതി പയോ മഹോ നിലത് വ്യോമഹത് പ്രകൃതി സപ്തകാവൃതീഹി തത്തദാത്മകതയാ വിശൻ സുഖി യാതിദേ പദമനാവൃതം വിഭോ. ആ യോഗി എങ്ങനെയാണ് ബ്രഹ്മാണ്ടത്തെ ഭേദിച്ച് ഭഗവത്പദം പ്രാപിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ഹേ വിഭോ, അല്ലയോ ഭഗവാനെ, പരിപൂർണ സ്വരൂപനായിട്ടുള്ള ഭഗവാനെ, തസ്യച, ആ ജീവൻ, ക്ഷിതി, ഭൂമി, പയോ, ജലം, മഹോ, തേജസ്, അനില, വായു, ദ്യോ, ആകാശം, മഹത്, പ്രകൃതി, മഹത്തത്വം, മായ ആകുന്ന സപ്തകാവൃതി, 7 ആവരണങ്ങളും, തത്തത്, ആത്മകഥയ, അതാതിൻ്റെ സ്വരൂപത്തിൽ സൂക്ഷ്മമായിട്ട് പ്രവേശിച്ചിട്ട്, വിവശൻ, പ്രവേശിച്ചിട്ട്, സുഖി, സുഖത്തോടു കൂടിയവനായിട്ട്, യാതൊരു ക്ലേശവുമില്ലാതെ, സുഖി, സുഖമായി, തേ, അങ്ങയുടെ അനാവൃതം, ആവരണരഹിതമായ, എങ്ങും നിറഞ്ഞിരിക്കുന്ന, പദം യാതി, ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കുന്നു. അങ്ങനെ ബ്രഹ്മപദം പ്രാപിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു. ഇതിനെയാണ് മുക്തി എന്ന് പറയുന്നത്. അതായത് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ആർക്കാണ് ലോകങ്ങൾ കാണണമെന്ന് ആഗ്രഹമുള്ളത്, അപ്പോൾ ആ സൂക്ഷ്മ ശരീരം പല ദേവതമാരിലൂടെ പോകുന്നു. ആദ്യത്തെ ദേവത അഗ്നിദേവത, അവിടെ കോടാനുകോടി വർഷം ഇരിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ജ്യോതിർദേവത, അവിടെ നിന്ന് മഹർദേവത, പകലിൻ്റെ ദേവത, ശുക്ലപക്ഷ ദേവത, ഉത്തരായണ ദേവത, സംവത്സര ദേവത, അങ്ങനെ ഓരോ ദേവതയും മറ്റു ദേവതകൾക്ക് കൈമാറി അവിടെ നിന്നും ദേവലോകത്തെത്തും. പിന്നെ വായുലോകം, ആദിത്യലോകം, ചന്ദ്രലോകം, വിദ്യുതലോകം, വരുണലോകം, ഇന്ദ്രലോകം എല്ലാം കടന്ന് ബ്രഹ്മലോകത്തെത്തും. ബ്രഹ്മലോകത്തെത്തിയാൽ
അവിടെ ബ്രഹ്മാവുണ്ട്. ബ്രഹ്മാവ് ചോദിക്കും തത്വബോധം എന്താണെന്ന്. തത്വബോധം കുറച്ചൊക്കെ അറിയാം, ഉറച്ചിട്ടില്ലെങ്കിൽ പഠിപ്പിക്കും. തത്വബോധം ഉറച്ചാൽ ബ്രഹ്മാവിൻ്റെ പ്രാകൃത പ്രളയം വരുമ്പോൾ ബ്രഹ്മാവിനോടുകൂടി ഭഗവാനിൽ ലയിക്കും. ബ്രഹ്മാവിനൊപ്പം വൈകുണ്ഠ ലോകത്ത് പോയി സുഖമായി ഇരിക്കാം. ഇതിനെയാണ് ക്രമമുക്തി എന്ന് പറയുന്നത്. ഇതിനെയാണ് ഉത്തരായണ മാർഗം എന്ന് പറയുന്നത്. ഇനി ദക്ഷിണായന മാർഗമാണെങ്കിൽ കാമ്യകർമ്മങ്ങൾ ചെയ്യുന്നവർക്കുള്ളതാണ്. എനിക്ക് സുഖം വേണം എന്ന് പറഞ്ഞ് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരും ആ പുണ്യകർമ്മ ഫലം അനുഭവിക്കാൻ വേണ്ടി അവരെ ദക്ഷിണായന മാർഗത്തിലൂടെ കൊണ്ടുപോയി ചന്ദ്രലോകത്ത്, അതായത് പിതൃലോകത്ത് എത്തിക്കുന്നു. അവിടെ ഇരുന്ന് കുറേ നാൾ സുഖിച്ചതിന് ശേഷം വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരും. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അങ്ങ് ഹോമകുണ്ട 5 ഹോമകുണ്ടങ്ങളിലൂടെയാണ് തിരിച്ചു വരുന്നത് എന്നാണ് പറയുന്നത്. അതിനെയാണ് ദ്യൂ പർജന്യ പൃഥ്വി പുരുഷ യോഷിത എന്ന് പറയുന്നത്. അങ്ങനെ അവ്യക്തമായിരുന്നത് വ്യക്തതയെ പ്രാപിക്കുന്നു. ഇനി വേറൊരു കൂട്ടരുണ്ട്, അവിദ്യാമാർഗത്തിൽ പോകുന്നവർ, ഭക്തിയില്ലാത്തവർ, ഭഗവാനെ ഒരിക്കലും അംഗീകരിക്കാത്തവർ, തൻ്റെ സുഖത്തിനു വേണ്ടി എന്ത് ദ്രോഹവും ചെയ്യും. തനിക്കും കുടുംബത്തിനും വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് നടക്കുന്നു. മോഷണം, പിടിച്ചുപറി, അടിപിടി ഉണ്ടാക്കുക, വധിക്കുക, അങ്ങനെ ഉള്ളവരൊക്കെ അവർക്ക് പിന്നെ ദുരിതം അനുഭവിക്കേണ്ടി വരും. പിന്നെ പലതരത്തിലുള്ള നരകയാതനകൾ അവർക്ക് അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കും പിന്നെ അവരുടെ പുണ്യം അനുസരിച്ചിട്ട് അവർക്ക് ഊർധ്വലോകങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും. പിന്നെ അങ്ങനെ സ്വർഗലോകത്തെത്തിയാലും പിന്നെ തിരിച്ചു വരേണ്ടി വരും. തിരിച്ചു വരണ്ടെങ്കിൽ ഭഗവാനെ ഭജിച്ച് പ്രാണായാമം ചെയ്ത് ഉത്തരായണ മാർഗത്തിലൂടെ പോവുകയാണ് വേണ്ടത്. ഈ വിദ്യയ്ക്ക് ആത്മവിദ്യ എന്നാണ് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിസ്സീമമായിട്ടുള്ള കഴിവുകളുണ്ട്. സാമർഥ്യം, ശക്തി, ഊർജം ഇതൊക്കെ നമ്മൾ വളർത്തിയെടുക്കണം. നമ്മൾ ശ്രമിക്കണം. നമ്മൾ നല്ല ശീലങ്ങളൊക്കെ വളർത്തിയെടുക്കണം. രാവിലെ ഉണരുക, മുതിർന്നവരോടും മറ്റുള്ളവരെയും സ്നേഹിക്കുക, ബഹുമാനിക്കുക, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക, സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുക, പല തരത്തിലുള്ള ദുശീലങ്ങളൊക്കെ മാറ്റിയെടുക്കണം. നല്ല ശീലങ്ങളൊക്കെ നമ്മൾ വളർത്തിയെടുക്കണം. നമ്മുടെ പ്രാണായാമത്തിലൂടെ നമുക്ക് 72,72,72,208 നാഡികളും ശുദ്ധമാകുമെന്നാണ് പറയുന്നത്. പിന്നെ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. വിട്ടുമാറാത്ത ആസ്മ, എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത പല രോഗങ്ങളും അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. കുട്ടികൾക്ക് വരെ കിഡ്നി പ്രോബ്ലം, ലിവർ, ജോണ്ടിസ്, എത്ര മരുന്ന് വാങ്ങി നമ്മൾ പണം കളയാറുണ്ട്. എന്നാലും ഒരു ഭഗവത്ഗീതയോ നാരായണീയമോ ഒന്നും നമ്മൾ വാങ്ങിക്കൊടുക്കാറില്ല. സഹസ്രനാമം ഇതൊക്കെ നമ്മൾ പാരായണം ചെയ്താൽ നമുക്ക് സഹജ പ്രാണായാമം നമുക്ക് ലഭിക്കും. രോഗപ്രതിരോധ ശക്തി ഉണ്ടാകും, ഇമ്മ്യൂണിറ്റി പവർ കൂടും. നമ്മുടെ കുട്ടികൾ ആരോഗ്യമുള്ളവരാകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം പുസ്തകങ്ങളൊക്കെ വാങ്ങി അവരെയും ഈ മാർഗത്തിലൂടെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ലോകത്തിൽ എല്ലാവർക്കും ആരോഗ്യം വേണം. ദൃഢഗാത്രരായിട്ട് ജീവിക്കണം. ഇപ്പോൾ ലോകത്തിൽ ശാന്തിപൂർണമായ, സമാധാനപൂർണമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ് നമ്മുടെ ഭാരതം. നമ്മുടെ രാഷ്ട്രത്തോട് നമുക്ക് കൂറ് വേണം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മഹിമ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ രാഷ്ട്രത്തിൻ്റെ മഹിമാബോധമുള്ളവരായിട്ട് നമ്മൾ മാറണം. ശാന്തിപൂർണവും സമാധാനപൂർണവുമായിട്ടുള്ള ജീവിതം ഒക്കെ എല്ലാവർക്കും നയിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ അതിലേക്ക് വേണ്ടിയാണ് നമ്മൾ ഈ നാരായണീയം പോലെയുള്ള ഗ്രന്ഥങ്ങളുടെ പഠനം. അതെല്ലാവർക്കും പഠിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം, നമസ്തേ. ശ്രീമന്നാരായണീയം ദശകം 4 യോഗാഭ്യാസവും യോഗസിദ്ധിയും. ശ്ലോകം 15. അർച്ചിരാദിഗതിമീദൃശിം വ്രജൻ വിച്യുതിം ന ഭജതേ ജഗത്പതേ സച്ചിതാത്മക ഭവദ്ഗുണോദയാൻ ഉച്ചരന്തമനിലേശ പാഹി മാം. ഭട്ടതിരിപ്പാട് ഈ ദശകത്തെ ഉപസംഹരിക്കുകയാണ്. ഇവിടെ ഭഗവാനെ സംബോധന ചെയ്യുകയാണ്. ജഗത്പതേ എന്ന്, അല്ലയോ ലോകനാഥ, സച്ചിതാത്മക, സച്ചിദാനന്ദ സ്വരൂപ, അനിലേശ, അല്ലയോ ഗുരുവായൂരപ്പ, ഈ ദൃശ്യം, ഇപ്രകാരമുള്ള മുക്തിയെ പ്രാപിക്കുന്ന ജീവൻ,
പുനഃ പിന്നീട് ഒരിക്കലും വിച്യുതിം ച്യുതി അല്ലെങ്കിൽ പതനം അല്ലെങ്കിൽ നാശം ഭ്രംശം ന ഭജതേ ഒരിക്കലും ഉണ്ടാകുന്നില്ല. വീണ്ടും വീണ്ടും ജനിക്കുക മരിക്കുക എന്ന അവസ്ഥ ഒരിക്കലും ഭഗവാന്റെ ഭക്തന് ഉണ്ടാവുകയില്ല. അദ്ദേഹത്തിന് പിന്നെ പുനർജന്മവും ഇല്ല. അതുകൊണ്ട് ഭഗവാനെ ഭവത് ഗുണോദയാൻ ഉച്ചരന്തം, അങ്ങയുടെ ഗുണഗണങ്ങളെ ഉച്ചരിക്കുന്ന, പറയുന്ന, കീർത്തിക്കുന്ന മാം എന്നെ പാഹി രക്ഷിച്ചാലും. ഭഗവാനെ, അവിടുത്തെ ഗുണഗണങ്ങൾ കീർത്തിക്കുന്ന ശരണാഗതനായ എന്നെ മുക്തിപദം തന്ന് അനുഗ്രഹിക്കുകയും ഈ സംസാരസാഗരത്തിൽ നിന്ന് കരകയറ്റുകയും വേണം. എന്നെ രക്ഷിക്കണേ എന്ന് ഭട്ടതിരിപ്പാട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യരായ നമ്മൾ സാധന ചെയ്ത് ഭഗവാനെ പ്രാപിക്കുകയാണ് വേണ്ടത്. അനുഷ്ഠാനം ചെയ്തില്ല എങ്കിൽ ജീവിതം വ്യർത്ഥമായി പോകും. നമുക്ക് പല ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരും എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ആരാണോ ഈ ഭഗവാനെ ഭജിക്കുന്നത് അവർക്കൊരിക്കലും നാശമുണ്ടാകില്ല എന്നും ധർമാനുഷ്ഠാനങ്ങൾ സ്വന്തം ജീവിതത്തിൽ അനുഷ്ഠിക്കാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കഴിയും എന്നുമാണ് ഭട്ടതിരിപ്പാട് ഈ ദശകത്തിൽ പറയുന്നത്. എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങനെ 4-ാമത്തെ ദശകം നമ്മൾ പൂർത്തിയാക്കി ഭഗവാന് സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഹരി ഓം, നമസ്തേ.